Good evening. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ജോയിൻ ആവട്ടെ അല്ലേ? ആയിക്കോളൂ. ആരാ ഇന്ന് പ്രെയറിന് റെഡി ആയിട്ടുള്ളത്? എനിവൺ? ചെയ്ത ആരെങ്കിലും ആണെങ്കിലും മതി. ഞാൻ ചെയ്യാം, ma'am. ഓക്കെ. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study, help our facilitator, and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. ഓക്കെ, സോ നമ്മള് മോഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 5 ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇരുപത് പേരിലെ ബാക്കി എല്ലാരും റെക്കോർഡ് ക്ലാസ്സസ് കാണണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഒത്തിരി അങ്ങ് പെൻഡിങ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇതിനു മുമ്പ് ജ്യോതി കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്റ്റോക്ക്ഹോം സിൻഡ്രോം പറഞ്ഞില്ലായിരുന്നു? നിങ്ങൾ എല്ലാരും വായിച്ചു വരുമ്പോൾ നിൽക്കും അത് ഡൗട്ട് വരും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മലയാളം മൂവി കണ്ടു, പെൻഗ്വിൻ. ആ പെൻഗ്വിനില് ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ആ മൂവിയുടെ മെയിൻ തീം എന്ന് പറയുന്നത്. കിഡ്നാപ്പ് ചെയ്ത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടിയെ തിരിച്ചു കിട്ടുന്നത്. അപ്പൊ കിഡ്നാപ്പ് ചെയ്ത ആളുടെ ഒരു കൺട്രോളില് കുട്ടിയാവുക. കാരണം ആ കിഡ്നാപ്പർ പറയുന്ന പോലെ തന്നെ കുട്ടി ബിഹേവ് ചെയ്യും. കിഡ്നാപ്പർ ഒരു കൺട്രോൾ പോലെ വെക്കുന്നത്. ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിപ്പം ഒരു ബോസ് ഉണ്ടായിരിക്കും, ബോക്സിനെ ഫോളോ ചെയ്ത് കുറെ പേരുണ്ടാവും. അത് കൂടുതൽ കൾപ്രിറ്റ്സ്, ഇതുപോലെ കിഡ്നാപ്പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും. ഒരിക്കലും ഈ ബോസിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാര് ബോസിനെ ഒറ്റ കൊടുക്കില്ല. ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ബോസും ഈ ഫോളോവേഴ്സും തമ്മിലുണ്ടാവും.
അതാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് സ്റ്റോക്ക്ഹോം എന്നുള്ള സ്ഥലത്ത് നടന്നപ്പം അതിനെ സൈക്കോളജിസ്റ്റുകൾ അനലൈസ് ചെയ്ത് ഇങ്ങനെ ഇത് കണ്ടു, ഒരു ബാങ്ക് റോബറിയുടെ എന്തോ വന്നപ്പോഴാണ് ഇതിന് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഉണ്ട്. ഞാൻ ആക്സിഡന്റലി കണ്ടൊരു മൂവിയാണ്. ആ മൂവി കണ്ടപ്പോൾ എനിക്കിത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആണ് ആ മോന് ഉണ്ടായതെന്ന് തോന്നുന്നു. 6 വയസ്സ് എന്തോ ആണ് ആ കുട്ടിയെ കിട്ടുന്ന സമയം. കുട്ടി കിഡ്നാപ്പ് ആവുന്നത് ചെറിയ പ്രായത്തിന് 3 ഇയേഴ്സോ അങ്ങനെ എന്തോ സമയത്താണ്. എന്ന് വെച്ചാൽ ലാംഗ്വേജ് എല്ലാം ഡെവലപ്പ് ചെയ്ത് സംസാരിച്ചൊക്കെ തുടങ്ങുന്ന കുട്ടിയായിരുന്നു. പക്ഷെ ഇത്രയും വർഷം സംസാരിക്കാതെ ആ കിഡ്നാപ്പർ ഒരു സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യും. ശരിക്കുമുള്ള ആ സൈൻ ലാംഗ്വേജ് അല്ല, ഇപ്പൊ ഡംബായിട്ടുള്ളവരും ഡെഫായിട്ടുള്ളവരും യൂസ് ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡൈസ്ഡ് സൈൻ ലാംഗ്വേജ് അല്ല, അവരുടെ മാത്രമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പൊ കുട്ടി അതിന് മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ആ കിഡ്നാപ്പർ പറയുന്ന രീതിയിൽ കുട്ടി അവിടെ നിന്ന് ഓടിപ്പോയതിനു ശേഷം കിഡ്നാപ്പർ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ കിഡ്നാപ്പർ പറയുന്ന രീതിയിൽ തന്നെ കുട്ടി പെരുമാറുന്നതാണ്. കുട്ടിയെ ഫോളോ ചെയ്ത് കുട്ടീനെ കാണുന്നു, കുട്ടിയോട് വേണ്ടത് ഇൻസ്ട്രക്ഷൻസ് സൈൻ ലാംഗ്വേജിൽ കൊടുക്കുമ്പോൾ കുട്ടി അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അവിടെ എനിക്കത് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ആയിട്ട് തോന്നി. എന്നൊരു ബോസ് 3-4 പേരെ ഇങ്ങനെ എന്താ പറയാ റൂൾ ചെയ്ത് ഇങ്ങനെ നിൽക്കും. പണ്ടത്തെ രാജഭരണത്തിലൊക്കെ അങ്ങനെയാണല്ലോ, പ്രജകൾ അങ്ങനെ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡിപ്പെൻസ് ഓൺ രാജാവിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ. അങ്ങനെയല്ല, ഇത് കൂടുതൽ ക്രൈംസിലാണ് ഇങ്ങനെ കാണുന്നത് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോം. ഇങ്ങനെ ഒറ്റിക്കൊടുക്കില്ല. നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകളെ പോലീസ് എന്തെങ്കിലും ക്രൈം ചെയ്ത് പിടിക്കുമ്പോൾ ആക്ച്വലി അവര് അതിന്റെ ഒരു ഫോളോവേഴ്സ് ആയിരിക്കും, മെയിൻ ആയിട്ടുള്ള ഒരു ആളുണ്ടായിരിക്കും, അയാളെ അവർ ഒറ്റിക്കൊടുക്കാതിരിക്കുന്നത്. അത് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോമിന്റെ ഭാഗമാണ്. അവരങ്ങ് ക്യാപ്റ്റിവേറ്റഡ് ആണ്, ഇവരെ അങ്ങ് റൂൾ ചെയ്ത് വെച്ചേക്കുവാണ് ഈ ബോസ് ആയിട്ട് നിൽക്കുന്ന ആള്. അതാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂവി കാണാൻ പറ്റുവാണെങ്കിൽ മനസ്സിലായില്ലേ, കാണാൻ പറ്റുവാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മോഡ്യൂൾ 1-ലെ പാർട്ട് 3-ലെ യൂണിറ്റ് 5 ആണത്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു. ഇത് 2 സെഷൻ, അതായത് നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയും. നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന നോർമൽ ആ ഒരു ഇതല്ല നോർമലൈസ്ഡ് ചൈൽഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പൊ പറയുന്ന നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പറയും നമുക്കെല്ലാം അബ്നോർമാലിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, നമുക്ക് സങ്കടം വരും, കാര്യം. ആ ഒരു നോർമലൈസേഷനും അബ്നോർമാലിറ്റി അല്ല ഇവിടെ പറയുന്ന നോർമലൈസേഷൻ. ഓക്കെ, കാരണം എൻവയോൺമെന്റിനനുസരിച്ച് കുട്ടി വളരെ ഫ്രീ ആയിട്ട് പെരുമാറി കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രോപ്പറായി നടക്കുന്നതാണ് ഇവിടെ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ നോർമൽ ആയിട്ടുള്ള ഒരാള്, നമ്മൾക്കറിയാം നമ്മൾ അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമുക്കറിയാം. നമുക്കും ഓരോരോ പ്രശ്നമുണ്ട്, ദേഷ്യം വരും, കരയും, ഷൗട്ട് ചെയ്യും ഒക്കെ നമ്മൾ ചെയ്യും. അതല്ല ഇവിടുത്തെ നോർമലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്നുമില്ലാതെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. നോർമൽ ആയിട്ട് കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ബൈ സ്റ്റേജ് നടക്കുന്നു. ആ രീതിയിൽ കുട്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന 2 എൻവയോൺമെന്റിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്നു ആ രീതിയിലുള്ള സപ്പോർട്ട്, ആ രീതിയിൽ കിട്ടുന്നു. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഡീവിയേറ്റഡ് ആയി പോകുന്ന കുട്ടികളുണ്ട് 2ാമത്തെ കാറ്റഗറിയിൽ. അവർ പലപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും. അത് അവരുടെ എൻവയോൺമെന്റ്, വീട്ടിലെ എൻവയോൺമെന്റിലെ പ്രശ്നം വരും. അപ്പോ നമ്മളുടെ മോണ്ടിസോറിയിലെ ഡയറക്ട്രസ്, ആ ഫെസിലിറ്റേറ്റർ മനസ്സിലാക്കണം കുട്ടി ഡീവിയേറ്റ് ചെയ്ത് പോവാണ്, കുട്ടി ജീവിക്കുന്ന എൻവയോൺമെന്റിലെ പ്രശ്നം കൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കി മോണ്ടിസോറി എൻവയോൺമെന്റിൽ ആ ഡയറക്ട്രസ് അതിന് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്ത് കുട്ടിയെ നോർമലൈസ് ആക്കുകയാണ് വേണ്ടത്. ഇറ്റ് വിൽ ടേക്ക് ടൈം, ചിലപ്പോൾ മാസങ്ങൾ എടുക്കുമായിരിക്കും. എന്നിട്ട് പെട്ടെന്ന് സംഭവിക്കാവുന്ന ഒരു പ്രോസസ് അല്ല നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അത് സമയമെടുത്താണ് ആ നോർമലൈസേഷൻ ആവുന്നത്. പിന്നെ എഫക്റ്റ് എന്താ ഉണ്ടാവുന്നത്? ആ മോണ്ടിസോറി എൻവയോൺമെന്റിലെ എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ആവുന്നു. എല്ലാ കുട്ടികളും നോർമലൈസ്ഡ് ആകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല, അവർ പരസ്പരം സഹായിക്കുന്നു. ചെറിയ കുട്ടികളെ വലിയ കുട്ടികളെ 3.5 ഇയേഴ്സ് തുടങ്ങി 6 ഇയേഴ്സ് വരെയുള്ള ഏജ് കാറ്റഗറിയിൽ വരുന്നവരായിരിക്കും മോണ്ടിസോറിയിലുള്ളത്. അപ്പൊ ചെറിയ കുട്ടികളെ വലിയ കുട്ടികളെ സഹായിക്കുന്നു, ഒരേ ഏജിലുള്ളവരെ തമ്മിൽ സഹായിക്കുന്നു. അങ്ങനെ അവർ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ ഹെൽപ്പ് അവർക്ക് ആ ഒരു ഏജിൽ തന്നെ വരുന്നു. സാധാരണ ഈ ഒരു എൻവയോൺമെന്റിൽ അല്ലാതെ വളരുന്ന ചില കുട്ടികളില് പൊസസീവ്നെസ് ഉണ്ടാകും. നമുക്കറിയാം, ഇത് എന്റെ സാധനം അങ്ങനെ പറഞ്ഞ എന്ത് കിട്ടിയാലും അവരുടെ എന്ന് പറയുന്ന രീതിയിലൊരു പൊസസീവ്നെസ് ചില കുട്ടികളിൽ നമുക്ക് കാണും.
ആ ഒരു ഏജിൽ നിന്ന് ആ ഒരു ഇത് മാറ്റിയെടുത്തില്ലെങ്കിൽ കുട്ടികൾ വലുതാവുമ്പോൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആകും, ഭയങ്കര സെൽഫിഷ് മെറ്റീരിയലിസ്റ്റിക് ആകുന്നൊക്കെ നമ്മൾ പറയില്ലേ, ചില ആൾക്കാരെ കണ്ടിട്ട് അയാൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആണ്, സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലുള്ള ഒരു ഇതായിരിക്കും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ചൈൽഡ്ഹുഡിലെ ഡെവലപ്മെന്റ് നോർമൽ ആയിട്ട് നടന്നില്ലെങ്കിൽ അഡൽട്ട്ഹുഡില് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. എവിടെ വരെ പറഞ്ഞു എന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയില്ല കേട്ടോ, ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. എനിക്കിതിന് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ അതെല്ലാം ഞാൻ പറഞ്ഞതായിട്ടാണ് ഒരു ഓർമ്മ. ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പിന്നെ പ്രൊഫൗണ്ട് സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, ഇതെല്ലാം പറഞ്ഞതായിട്ടാണ് ഒരു ഓർമ്മ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നോർമലൈസ്ഡ് ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലവ് ഓഫ് ഓർഡർ, സിസ്റ്റമാറ്റിക് ലേണിംഗ് ആൻഡ് ഡിസ്പ്ലേ അതുവരെ പറഞ്ഞിട്ടുണ്ടല്ലോ. അറ്റാച്ച്മെന്റ്. ഓക്കെ ഫൈൻ. നമുക്ക് ജസ്റ്റ് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് പറയാം. ലവ് ഓഫ് ഓർഡർ, ലവ് ഓഫ് വർക്ക്, പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്പോണ്ടേനിയസ് നാച്ചുറൽ ആയിട്ടുള്ള കോൺസെൻട്രേഷൻ, അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, അവരെപ്പോഴും റിയൽ വേൾഡുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലാണ്ട് ഫാന്റസി ഡേ ഡ്രീമിങ് അങ്ങനെയുള്ളതിലേക്ക് പോകില്ല, എപ്പോഴും റിയാലിറ്റി ആയിട്ട് അവരുടെ മൈൻഡ് സെറ്റ് ആകും, വളരെ കണക്റ്റഡ് ആയിരിക്കും. ഇത് കാണാലോ അല്ലെ? നെക്സ്റ്റ് ലവ് ഓഫ് സൈലൻസ്. ഈ ലവ് ഓഫ് സൈലൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർമലൈസ്ഡ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ലവ് ഓഫ് സൈലൻസിന് ലോൺലിനെസ് അല്ല അതിന്റെ മീനിങ്. ആ ഒരു ലോൺലിനെസ് ആകുന്ന ഒരു കണ്ടീഷൻ അല്ല സൈലന്റ് ആയിരിക്കുക, പക്ഷെ അവരുടെ കോൺസെൻട്രേഷൻ ആണ്. 10 കുട്ടികളുണ്ടെങ്കിലും അവരിങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുവാണ്. അപ്പൊ അവിടെ ഒരു സൈലൻസ്, ആ ഒരു എൻവയോൺമെന്റിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈലൻസ് അവിടെ ഫോം ചെയ്യും. അവിടെ ഒരു കോൺസെൻട്രേഷൻ കൊണ്ടാണ് നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞ് ഡെസ്കിൽ അടിക്കുകയോ അങ്ങനെ ഷൗട്ടിങ് ഒന്നും നടന്നിട്ടല്ല അവിടെ ഒരു സൈലൻസ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന കോൺസെൻട്രേഷൻ കൊണ്ട് ആ എൻവയോൺമെന്റ് അങ്ങനെ ഫോം ചെയ്തു വരും. അവിടെ ആരും നിർബന്ധിക്കുന്നില്ല, അവരെ വഴക്ക് പറയുന്നില്ല, അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ പലപ്പോഴും കുട്ടികൾ ആദ്യമായിട്ട് ഈ അപ്പാരറ്റസ്, ഇവിടെ കുറെ മെറ്റീരിയൽസ് ഉണ്ടാവുമല്ലോ അവർക്ക് ഓരോന്ന് പഠിക്കാനും ഓരോ ആക്ടിവിറ്റി ചെയ്യാനും ഒക്കെ, അത് അവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. ചെറിയ കുട്ടികളാകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ അങ്ങനെ ചോദിക്കാറില്ലേ ചില സാധനങ്ങൾ കാണുമ്പോൾ. അവർക്ക് അതിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ് കാണിക്കേണ്ടത്. നമ്മൾ ന്യൂട്രലി അടുത്ത ദിവസം വരുമ്പോൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പറഞ്ഞ് ഇത് അവിടെ വയ്ക്കേണ്ട ഒരു സാധനമാണെന്നുള്ള ഒരു സെൻസ് കുട്ടികളിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ഡേ വന്നാൽ അതെടുത്ത് എനിക്ക് കളിക്കാലോ എന്നായിരിക്കും അവരുടെ ഫീലിംഗ് വരുന്നത്. അതാണ് ഈ സബ്മിഷൻ ഓഫ് ദ പൊസസീവ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. ഒരു ഇൻബോൺ പാറ്റേൺ ഓഫ് ബിഹേവിയർ, അത് ചെറുപ്പം തുടങ്ങിയേ ഉണ്ടാവും കുട്ടികളിൽ. അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം സ്വന്തമാക്കണം എന്നുള്ള ഒരു ഇത്. അപ്പൊ അങ്ങനെ അത് അവരതുമായിട്ട് ട്രെയിൻഡ് ആയിട്ട് വരുമ്പോഴേക്കും പലർക്ക് മനസ്സിലാവും ഇത് ഇവിടെ ഉണ്ടാവും, ഇതെനിക്ക് ചെയ്യാനായിട്ട് പറ്റും, ആ ഒരു ഫീൽ വരും. പിന്നെ നമ്മളൊന്നും ഇവരെ നിർബന്ധിച്ചല്ല ചെയ്യിക്കുന്നത്, ഇവര് പോകുന്ന വഴിയിലെല്ലാം അങ്ങനെ ചെയ്ത് പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ക്യൂരിയോസിറ്റി, ക്യൂരിയോസിറ്റി എന്നല്ല റിയൽ ചോയ്സ്, യാഥാർത്ഥ്യത്തോട് കൂടുതൽ അവര് റിയാലിറ്റിയോട് കൂടുതൽ അടുക്കുന്ന പോലെ തന്നെ. പിന്നെ ഈ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവര് റിമാർക്കബിളി ഒബീഡിയന്റ് ആയിരിക്കും. നമ്മൾ അവിടെ പട്ടാളച്ചിട്ടി ഒന്നും ചെയ്യിക്കുമല്ല, നാച്ചുറലി അത് അവരിൽ ഉണ്ടായി വരുന്നതാണ് ആ ഒബീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും, പിന്നെ അവരായിട്ട് ലീഡ് ചെയ്യും, പല കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കും.
പിന്നെ നോർമലൈസ്ഡ് കുട്ടികളുടെ ഇടയ്ക്ക് മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ എയ്ഡ്, അവർ തമ്മിൽ ഒരു മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്. പിന്നെ ഒരാൾ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ആളുടെ അവരപ്പോഴേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ അയാൾ അത് ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കാണുവാണെങ്കിൽ പെട്ടെന്ന് ഓടിച്ചെന്ന് ആളെയും കൂടെ ഹെൽപ്പ് ചെയ്ത് രണ്ടുപേരും കൂടെ അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ ഹെൽപ്പിംഗ് വൺ എന്നത് അതവിടെ നടക്കും. ഒന്നും നമ്മൾ പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് പോയി അത് ചെയ്തു കൊടുക്കും അങ്ങനെ നമ്മൾ പറയേണ്ട കാര്യമില്ല. എല്ലാം അവിടെ നോർമലൈസ്ഡ് ആയിട്ട് നടക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ഹാഫ് ആൻ അവർ പോലും ഡയറക്ടേഴ്സ് അവിടെ ഇല്ലെങ്കിൽ പോലും കുട്ടികളെ അത് ബാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. സെൽഫ് ഡിസിപ്ലിന്റെ കാര്യം ഭയങ്കര ആദ്യമായിട്ട് ഒരു മോണ്ടിസോറി സ്കൂള് പുറത്തുനിന്ന് ഒരാൾ വന്ന് വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അവിടെ സാധാരണഗതിയിൽ ചെറിയ കുട്ടികളുടെ സ്കൂളിൽ ആയാലും വലിയ കുട്ടികളുടെ സ്കൂളിൽ പോയാലും എന്താണ് അവിടെ ഭയങ്കര ബഹളമായിരിക്കും കേൾക്കുക. പക്ഷെ ഇങ്ങനെ മോണ്ടിസോറി സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഭയങ്കര ഡിസിപ്ലിൻ കാണാം. അപ്പൊ വരുന്ന ആൾക്കാർക്ക് അവർക്കത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നും. ഇങ്ങനെയും സ്കൂളോ ആ ഒരു രീതിയിലൊരു ഫീല് വരും. ഫസ്റ്റ് ടൈം അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആരെങ്കിലും വിസിറ്റ് ചെയ്യുവാണെങ്കിൽ. പിന്നെ എന്ന് വെച്ചാൽ ശരിക്കും പറയുന്നത് മോണ്ടിസോറി ഇതില് വരുന്ന വിസിറ്റേഴ്സ് ഒരിക്കലും കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. വിസിറ്റേഴ്സ് വന്നു പോകുന്നത് കുട്ടികൾ അറിയുക പോലും ഇല്ല. ആ രീതിയിലാണ് അവിടുത്തെ രീതികളെല്ലാം. ഹാപ്പിനെസ്, ഹാർമണി അതല്ല. നെക്സ്റ്റ് നമ്മുടെ ഡീവിയേഷനിലേക്ക് വന്നു. എനിക്ക് ഓർമ്മയിലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഡീവിയേഷൻ വന്നു. ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോർമലൈസേഷനിൽ നിന്നും മാറുന്നു, ഡീവിയേറ്റ് ചെയ്യുന്നു. ഡീവിയേഷൻ ഒരു വാർപ്പാണ്. വാർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ ഡിസ്റ്റോർഷൻ, ഒരു മോറൽ ഡിസ്റ്റോർഷൻ ആണ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്റ്റോർഷൻ, ഒരു അപാകത, അതാണ് ശരിക്കും ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ഫോർമേറ്റീവ് ഇയേഴ്സ്, ബർത്ത് തുടങ്ങി 6 ഇയേഴ്സിൽ ഈ ഡീവിയേഷൻ സംഭവിക്കും. പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പല ഒബ്സ്റ്റക്കിൾസും ഉണ്ടായിരിക്കും. കുട്ടികൾ വളരുന്ന എൻവയോൺമെന്റിൽ ഉണ്ടാകാം. അതിന്റെ നാച്ചുറൽ ഡെവലപ്മെന്റിനെ അത് തടസ്സം ഉണ്ടാക്കും. കുട്ടി ഇപ്പൊ നമ്മൾ തന്നെ വീട്ടില് ഇപ്പൊ നമ്മളുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പം കളിക്കുന്നുണ്ടാവും. അപ്പൊ കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും അവർ അതെടുത്ത് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം പറ്റുന്നു പറഞ്ഞു നമ്മൾ കുറെ റെസ്ട്രിക്ഷൻസ് വയ്ക്കും. ഈ റെസ്ട്രിക്ഷൻ അത് കുട്ടിയുടെ മൂവ്മെന്റ്സ്, ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ്സിന് റെസ്ട്രിക്ഷൻ വരുമ്പോ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, പക്ഷെ ആ ഇതിലേക്ക് കുട്ടിക്ക് പോകാൻ പറ്റാതെ വരും. അങ്ങനെയാണ് നോർമലൈസേഷനിലേക്ക് കുട്ടി പോകാതെ ഡീവിയേഷൻ സംഭവിക്കുന്നത്. എപ്പോഴും പാരന്റ്സിന്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഒരു ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും കുട്ടിയിൽ അടിച്ചേൽപ്പിക്കുന്നത്. എപ്പോഴും പാരന്റ് പുള്ളിങ്, അതായത് എപ്പോഴും അവരിങ്ങനെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കും കുട്ടിയെ അത് ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട്. കുട്ടിയെ അലോ ചെയ്യുന്നില്ല. പലപ്പോഴും അവര് എപ്പോഴും സ്വന്തം പേഴ്സണാലിറ്റി കുട്ടിയിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കും. സ്വന്തം പേഴ്സണാലിറ്റി കുട്ടിയിൽ ഇംപ്രൂവ് ആകുന്നില്ല അവൻ്റെതായിട്ടുള്ളത്. അഡൾട്ട് അവരുടെ പേഴ്സണാലിറ്റി ഇമ്പോസ് ചെയ്യുവാണ്. എന്നിട്ട് കുട്ടിയെ ഓവർ പവർ ചെയ്യും, സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ രീതിയിൽ കുട്ടിയെ വളർത്തുന്ന ഒരു രീതി വരുമ്പോഴാണ് മോസ്റ്റ് പ്രോബ്ലി ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് എപ്പോഴും ആവശ്യം, ഡെവലപ്മെന്റിന് എപ്പോഴും ആവശ്യം ഒരു ലവിങ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ്. അങ്ങനെ ലവിങ്ങും അതുപോലെ തന്നെ കുട്ടിയെ ട്രിഗർ ചെയ്യണം. അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ കുട്ടിയെ ട്രിഗർ ചെയ്യുന്ന ഒരു സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് അവന്റെ പേഴ്സണാലിറ്റി നോർമലായിട്ട് ഈ പറഞ്ഞ നോർമലൈസേഷനിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ അത് അതിൽ നിന്നും ഡീവിയേറ്റഡ് ആയിരിക്കും. അപ്പൊ മരിയ മോണ്ടിസോറി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് കുട്ടിയിൽ ശരിക്കും സംഭവിക്കുന്നതല്ല, സംഭവിക്കപ്പെടുന്നതാണ് ശരിക്കും അവിടെ. ആ ഡീവിയേഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അത് കുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. അല്ലാണ്ട് കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ. അത് സത്യമാണല്ലോ. ഈ ഡീവിയേറ്റഡ് ചിൽഡ്രനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് നെക്സ്റ്റ്. നമുക്ക് പലപ്പോഴും ഈ ഡീവിയേഷൻസ്, മെന്റൽ ഡീവിയേഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മൾ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒക്കെ പഠിച്ച സമയത്ത്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ പഠിച്ച സമയത്ത് നമുക്ക് മെന്റൽ ഡിസോർഡർ അത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫിസിക്കൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഐഡന്റിഫൈ. ഒരാൾ ഫിസിക്കലി വീക്കായി, നമുക്ക് അയാൾക്ക് എന്തോ അസുഖം വന്നു,
അയാൾ വീക്കായി പോയി അല്ലെങ്കിൽ അയാളുടെ എനർജി കുറഞ്ഞു മനസ്സിലാവും. പക്ഷെ മെന്റൽ ഉണ്ടാകുന്നത് പലരും പലപ്പോഴും ഒന്ന് മൂടി വെക്കും, നമുക്ക് പുറത്തേക്ക് അങ്ങനെ വരാറില്ല. മെന്റൽ ഡീവിയേഷൻസിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഫിസിക്കൽ ഡീവിയേഷൻ പോലെയല്ല. മറ്റേ ഫിസിക്കൽ സ്ട്രക്ചറിലെ വ്യത്യാസം വെച്ചിട്ട് നമുക്ക് ഫിസിക്കൽ ഡീവിയേഷൻ മനസ്സിലാവും. പിന്നെ ഈ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുക 3 മെയിൻ ക്ലാസ്സസ് ആയിട്ട് ഈ അവരുടെ ഈ ഡീവിയേഷൻസിനനുസരിച്ച് ഇവരെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നോട്ടി ചിൽഡ്രൻ, നമുക്കറിയാം ചില കുട്ടികൾ ഭയങ്കര പറയില്ലേ, ഭയങ്കര അവര് ഹൈപ്പർ ആക്റ്റീവ് ആണ്, അവര് പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര നോട്ടിയാണ്, ഭയങ്കര വികൃതികളാണെന്നൊക്കെ ഞാൻ പറയും. അവർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അവർ ഭയങ്കര വയലന്റ് ആയിട്ടൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. അവർക്ക് ചിലപ്പോൾ റോങ് ട്രീറ്റ്മെന്റ് ഒക്കെ ആ രീതിയിൽ അവർ വല്ലാതെ വയലന്റ് ഒക്കെ ആവും. റോങ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ടാൻട്രംസ്, ബാഡ് ടെമ്പർ, ഭയങ്കര ദേഷ്യമായിരിക്കും. പിന്നെ തൊഴിക്കുക, കടിക്കുക, അങ്ങനെ ഒരു കൊച്ചുകുട്ടികൾ ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ടിഫി അഡൽട്സ്, അതായത് ആളുകളെ റെസിസ്റ്റ് ചെയ്യും, പ്രായമായ ആൾക്കാരെ ഒരു അനുസരണ ഇല്ലാത്ത പോലെ ആ രീതിയിൽ അവരെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവർ പലപ്പോഴും ഗ്രീഡി ആയിരിക്കും എന്നാ പറയുക, പലപ്പോഴും ഗ്രീഡി ആയിരിക്കും, ഡിസ്ട്രക്റ്റീവ് ആൻഡ് ക്രൂവൽ ടു അതർ ചിൽഡ്രൻ ആൻഡ് ആനിമൽസ്. ചിലപ്പോ നായയൊക്കെ കാണുവാണെങ്കിൽ ചിലപ്പോ തൊഴിച്ച് ദൂരേക്ക് ആക്കും, പൂച്ചേനെ എന്തെങ്കിലും എടുത്ത് കുത്താൻ ചെയ്യും, അങ്ങനെയുള്ള രീതിയിലൊരു ക്രൂവാലിറ്റി. അതുപോലെ കുട്ടികളോടും അങ്ങനെ ഒരു വയലന്റ് ബിഹേവിയർ അവർ കാണിക്കും. പിന്നെ ചിലപ്പോൾ എന്തും നശിപ്പിക്കാനുള്ള ഒരു മൂഡൊക്കെ ആയിരിക്കും ഈ നോട്ടി ചിൽഡ്രൻ ഉണ്ടാവുക. ഡീവിയേറ്റഡ് ചിൽഡ്രന്റെ ഒരു ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. പിന്നെ വീക്ക് ആയിട്ടുള്ള ചിൽഡ്രൻ, അവരെപ്പോഴും ഒരു എന്താ പറയാ, ഒതുങ്ങി ഒന്നിലും ഇടപെടാതെ ഉൾവലിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും പറഞ്ഞാലും വലിയ ആക്റ്റീവ് ഒന്നും അല്ലാതെ. ടീച്ചറുണ്ട് അതൊരു പാവാണ്, നല്ല കുട്ടി, അതാണ് ഗുഡ് ചിൽഡ്രൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് അവരെ ക്ലാസിഫൈ ചെയ്യും. ആ ഒരു രീതിയിൽ വീക്ക് ചിൽഡ്രനെ വരും. അവർ ഭയങ്കര ലേസി ആയിരിക്കും, പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞാലും അവരത് ചെയ്യില്ല. പിന്നെ സ്റ്റിക്ക് ടു അഡൽട്സ്, അമ്മയുടെയോ അച്ഛന്റെയോ ഒക്കെ കയ്യിൽ തൂങ്ങി അവരുടെ പുറകിൽ ഇങ്ങനെ ഒളിച്ച് ഒരു ഷൈ പോലെ മുഖം ഇങ്ങനെ കുഴിച്ചു നിന്ന് ആരെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി അകത്ത് ഒളിച്ചിരിക്കുക, അങ്ങനെയുള്ള രീതിയിലുള്ള ആ ഒരു വീക്ക് ചിൽഡ്രൻ. അവർ ലേസി ആയിരിക്കും, സ്റ്റിക്സ് ടു അഡൽട്സ് ആൻഡ് അഫ്രൈഡ് ഓഫ് എവറിത്തിങ്, എല്ലാത്തിനെ കുറിച്ചും അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അവർ പലപ്പോഴും ചിലപ്പോ കള്ളം പറയും, പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ അവർ സ്റ്റീൽ ചെയ്യും, അങ്ങനെയൊക്കെ കാണിക്കാം. ദേ മേ ഫോം ഹാബിറ്റ്സ് ഓഫ് ലൈയിങ് ആൻഡ് സ്റ്റീലിങ്. നമുക്ക് പേടിയാകുക, കാരണം ചില സമയത്ത് പേടി കാരണം പലതും മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവർ കള്ളം പറയും. പേടി കാരണം ചില കാര്യങ്ങൾ സാധനങ്ങൾ അവര് കയ്യിലെടുക്കാം. അവർ സ്ലോ ലേണേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എല്ലാ സ്ലോ ലേണേഴ്സും ഈ ഒരു കാറ്റഗറിയിലല്ല. വീക്ക് ചിൽഡ്രൻസ് ആർ സ്ലോ ലേണേഴ്സ്. സ്ലോ ലേണർ ഉണ്ടെന്ന് കരുതി അവർക്ക് ഈ ഹാബിറ്റ്സ് ഉണ്ടെന്നല്ല പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്രൈറ്റ് ചിൽഡ്രൻ. ഇതിൽ തന്നെ പറയും ഭയങ്കര ക്ലാസ്സില് ഭയങ്കര വികൃതി ആണെങ്കിലും പഠിക്കാൻ എടുക്കുക, അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാവാറുണ്ട്. ബ്രൈറ്റ് ചിൽഡ്രൻ അവര് ഭയങ്കര ഇമാജിനേറ്റീവ്, അവരുടേതായ ഒരു വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്യും. അവര് ചിലര് ഭയങ്കരമായിട്ട് ഇങ്ങനെ വികൃതി കാണിക്കും, ഫൈറ്റ്, അല്ലെങ്കിൽ ചിലര് അങ്ങനെയുള്ള രീതിയിൽ അഗ്രസീവ് ആയിട്ടുള്ള രീതിയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ. ഹോസ്റ്റൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഒഫൻസീവ് ആയിട്ട് എന്തിനേയും എതിർക്കുന്ന, തർക്കുത്തരം പറയുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിക്കും. അവരെപ്പോഴും റിയാലിറ്റീനെ മുഖം തിരിഞ്ഞിരിക്കും. റിയാലിറ്റി ഒന്നും പറയുന്നത് അവരുടെ തന്നെ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അതിൽ അവരെ ജീവിക്കും. അവര് ഭയങ്കര റെസ്ലെസ് ആയിരിക്കും. അവര് ഒട്ടും ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. റെസ്ലെസ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും ബ്രൈറ്റ് ചിൽഡ്രൻ. അപ്പൊ നമ്മള് ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രന്റെ ക്ലാസ്സസ് ആണ് പറഞ്ഞത്. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു. ഡീവിയേഷനിലെ മോണ്ടിസോറി പറഞ്ഞു, പല ഡിഫറെന്റ് ഫോംസിൽ പറഞ്ഞു. പറഞ്ഞ നോട്ടി, വീക്ക്, ബ്രൈറ്റ് തന്നെ അതിൽ മീൻസ് വൈൽ അതേഴ്സ് ആർ യുണീക് ടു ജസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ 3 കാറ്റഗറൈസ് ചെയ്യും. ഈ 3 പേരും ഓരോരോ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. 3 ക്ലാസ്സസും 3 കാറ്റഗറി ചെയ്തവരും. അപ്പൊ നമ്മുടെ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഈ 3 കാറ്റഗറിയിലുള്ള കുട്ടികളെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും എന്ത് ആക്ടിവിറ്റീസ് കൊടുത്താലാണ്
അവര് നേരെ നോർമലൈസേഷനിലേക്ക് പോകുന്നത് എന്ന് നോക്കി ആ രീതിയിൽ ഈ കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കണം. അവിടെയാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്ററുടെ വിജയം എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഏജിൽ അത് മാറ്റിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട്ഹുഡിൽ അവർ വളരെ ഓക്കെ ആയിരിക്കും. അവരെ നോർമലൈസ്ഡ് ആവുന്നു. ഞാൻ പറഞ്ഞു ഇറ്റ് മേ ടേക്ക് ടൈം, സമയമെടുക്കും, മന്ത്സ് എടുക്കുമായിരിക്കും. എന്നാലും അവരെ കണ്ടിന്യൂസ്ലി അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. പാരന്റ്സിനെ നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞു. നമ്മൾ പോകുന്നതും ഈ ഏജിലുള്ള പിള്ളേരെ പഠിപ്പിക്കാനായിരിക്കാം. പക്ഷെ നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞിരിക്കണം. അഡൾട്ട്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം. അതായത് ഈ കുട്ടികളുടെ പാരന്റ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് PFA ഇമ്പോർട്ടന്റ് ആകുന്നത്. ആ അഡൾട്ട്സിനെ പാരന്റ്സിനെയും കൺവിൻസ് ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടിക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് അവരുടെ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് അവരുടെ ചിൽഡ്രൻ എങ്ങനെ മാറ്റണം, അതെല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഈ മോണ്ടിസോറി ഫെസിലിറ്റി കഴിയുന്നു. കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ല ഇവിടെ ചെയ്യേണ്ടത്, കുട്ടിക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുക. ത്രൂ ദാറ്റ് ആക്ടിവിറ്റി കുട്ടി പതുക്കെ പതുക്കെ ഡീവിയേഷനിൽ നിന്ന് മാറി നോർമലൈസേഷനിലേക്ക് മാറും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? Children with deviated characteristics become quiet in the prepared environment since they start working on the practical materials. നമ്മൾ ആ ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ്, ആ പ്രിപ്പയർ ചെയ്ത എൻവയോൺമെന്റിൽ അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ അവർ ആ കൊടുക്കുന്ന പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് വെച്ചിട്ട്, ആ അപ്പാരറ്റസ് വെച്ചിട്ട്, ടൂൾസ് വെച്ചിട്ട് അവരതിനകത്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പതുക്കെ പതുക്കെ അവർക്ക് അവരുടെ മൂവ്മെന്റിന്റെ കൺട്രോൾ വരുന്നു. നമ്മളിവിടെ പറഞ്ഞു ചില കുട്ടികൾ റെസ്റ്റ്ലെസ് ആയിരിക്കുന്നു, ഡീവിയേറ്റഡ് ആയിട്ടുള്ളത്. ചിലർക്ക് സ്ലോ ലേണേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഈ നോട്ടി ചിൽഡ്രൻ ക്ലംസി ഇൻ ദയർ മൂവ്മെന്റ്. ക്ലംസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് ആണ്. എന്നുവെച്ചാൽ അവര് നടക്കുമ്പോൾ, കുട്ടികൾ തന്നെ ആരായാലും നല്ലൊരു ഫിസിക് വേണമെന്ന് പറയും. ആ പോസ്റ്ററൊക്കെ നന്നായിരിക്കണം. നിങ്ങൾ കാണാൻ ഭംഗിയെന്നല്ല, പോസ്റ്റർ നന്നായിരിക്കും. നമ്മൾ നടക്കുന്നതും ഇരിക്കുന്നതിലും ഒരു ഭംഗിയുണ്ട്, ഒരു ഗ്രേസ് ഉണ്ടെന്ന് പറയില്ല, ഗ്രേസ് ആണ് ക്ലംസ്. അപ്പൊ ആ ഒരു എല്ലാം അവരുടെ മൂവ്മെന്റിന് ചേഞ്ചസ് വരുവാണ്. അവർ ഈ എൻവയോൺമെന്റിൽ, പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഇരുന്ന് അവർക്ക് ഫ്രീഡം കിട്ടുന്നു. അവർ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. പതുക്കെ പതുക്കെ അവർക്ക് അവരുടെ മൂവ്മെന്റിൽ തന്നെ കൺട്രോൾ വരുന്നു. അങ്ങനെ അവർ നോർമലൈസേഷന്റെ ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അവർക്ക് ആ പവർ ഓവർ ദംസെൽസ്. അവർ ആദ്യം ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്. ഇപ്പം ബിൽഡിംഗ് ബ്ലോക്സ് പോലുള്ള എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിന്റെ മുകളിൽ ഒന്ന് എടുത്തു വെച്ച്, അല്ലെങ്കിൽ അവർക്ക് ലെറ്റേഴ്സ് ഫോം ചെയ്യാനാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഒരു പല പല ബ്ലോക്ക് പാർട്സ് ഉണ്ട്. ലെറ്റേഴ്സ് ആദ്യം അവർ ഫോം ചെയ്യുമ്പോൾ ആദ്യം അവർക്ക് തലതിരിഞ്ഞൊക്കെ പോവായിരിക്കാം. പിന്നെ അവരതിങ്ങനെ ട്രൈ ചെയ്ത് അവർക്ക് അതിന്റെ കൺട്രോൾ വരുന്നു. അവർക്ക് അവരിൽ തന്നെ കൺട്രോൾ വരുന്നു, കോൺസെൻട്രേഷൻ കൂടുന്നു. പല നെഗറ്റീവ് ട്രെയ്റ്റ്സും, നെഗറ്റീവ് ആയിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ബിഹേവിയർ ഉണ്ടെങ്കിൽ അതെല്ലാം പതുക്കെ ആ എൻവയോൺമെന്റിലുമായിട്ട് അവർ ആക്ടിവിറ്റിയിലൂടെ ഡിസപ്പിയർ ആവുന്ന പറയുന്നത്, അതെല്ലാം മാറും. സെൽഫ് കൺട്രോൾ, ഒബീഡിയൻസ്. നമ്മളറിയാൻ ആ ഒരു എൻവയോൺമെന്റിൽ ആകുമ്പോൾ കുട്ടികൾ സെൽഫ് കൺട്രോളും ഒബീഡിയൻസും അവരിൽ തന്നെ ഡെവലപ്പ് ആകുന്നു. മ്യൂച്വൽ ഹെൽപ്പ് വരുന്നു. അതായത് നോർമലൈസേഷനിലേക്ക് വരുന്ന കുട്ടികളിൽ എന്തൊക്കെ വരുന്നു, ആ ഇതിലേക്ക് ഡീവിയേറ്റഡ് ആയ കുട്ടികൾ പതുക്കെ മാറ്റപ്പെടുവാണ്. അവർ ഹാപ്പി ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ അവരും പതുക്കെ നോർമലൈസ്ഡ് ആവുന്നു. അപ്പൊ ആ ഒരു എൻവയോൺമെന്റിലെ കംപ്ലീറ്റ് കുട്ടികൾ നോർമലൈസ്ഡ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിലായി. ഈ ഡീവിയേഷൻ സംഭവിക്കുന്ന സമയത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ് അടുത്ത് പറയുന്നത്. സൈക്കിക് ഫ്യൂഗ് എന്ന് വെച്ചാൽ ഒരു ഡ്രീം ലൈക്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഇത് ബോധമൊന്നുമില്ലാതെ അവരിങ്ങനെ സ്വപ്ന ലോകത്തിൽ ഒഴുകി നടക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഒരു ഇറ്റാലിയൻ വേർഡാണ് ഫ്യൂഗ് എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് റൺ അവേ എന്നാണ്, ഓടിപ്പോവുക എന്നുള്ളത്. ഫ്ലൈറ്റ് ഓഫ് ദ മൈൻഡ്, മനസ്സിങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരവസ്ഥ. കുട്ടിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ, അവർ ചെയ്യുന്ന ആക്ടിവിറ്റികളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, വീട്ടില് എന്തെങ്കിലും കളിക്കണം, അതിൽ ഭയങ്കര റെസ്ട്രിക്ഷൻ കൊടുക്കും. കുട്ടി തന്നെ ഇങ്ങനെ ഓരോന്നോ സ്വപ്നം കാണുമ്പോൾ അവൻ ആ കാര്യം ചെയ്യുന്നതായിട്ട് അവന്റെ തടസ്സം വരുമ്പോൾ അവൻ ആ ഫാന്റസി വേൾഡിലേക്കും, ഇപ്പം അതിപ്പോ അഡൾട്ട് ആണെങ്കിലും ചെയ്യുമല്ലേ.
ഇപ്പൊ അവർക്ക് മൊബൈൽ റെസ്ട്രിക്ട് ചെയ്തു എന്ന് വിചാരിച്ചു, അവര് കിടന്ന് ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവരലിക്കും. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഫാന്റസി വേൾഡ് കുറച്ചും കൂടെ ഒന്ന് നന്നാവാൻ വേണ്ടിയിട്ട് അവർ പല സബ്സ്റ്റൻസിന്റെയും സപ്പോർട്ട് എടുക്കും. കൊച്ചുകുട്ടികളാകുമ്പോൾ അവർക്കറിയില്ല, അവർ ആ സബ്സ്റ്റൻസ് യൂസ് ചെയ്യാനൊന്നും അവർക്കറിയില്ല. അവർ തന്നെ ഡ്രീം ചെയ്യുമ്പോൾ ഈ പ്രോബ്ലം തന്നെ അഡൽട്സിനും വരുന്ന കാര്യം നമുക്കറിയാം. അപ്പൊ അത് അവിടെ അഡൽട്സ് വേറെ പലതിന്റെ സപ്പോർട്ട് എടുക്കുന്നു, അങ്ങനെ അവരുടെ ലൈഫ് ആകെ മിസറബിൾ ആകുന്നു. ഓക്കെ, അവർക്ക് ആ റിയൽ എൻവയോൺമെന്റിൽ അവർ എന്താണോ അവർക്ക് വേണ്ടത് അത് അവർക്ക് ഇങ്ങനെ കിട്ടുവാണ് ആ ഫാന്റസി വേൾഡ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, കൊച്ചുകുട്ടിയായതുകൊണ്ട് അവന് ശരിക്കും റിയാലിറ്റിയും ഫാന്റസിയും തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല. അതേസമയം നമുക്കറിയാം റിയാലിറ്റിയും ഫാന്റസിയും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്കിപ്പോ ലോട്ടറി അടിക്കുന്നത് നമുക്ക് കുറെ കാശിന് ആവശ്യമുണ്ട്, നമ്മൾ അങ്ങ് ഡേ ഡ്രീമിങ് ചെയ്യുക. ലോട്ടറി അടിക്കുന്നു, ഞാൻ എത്ര രൂപ കിട്ടുന്നു, ഞാൻ അതുകൊണ്ട് എന്റെ ആവശ്യങ്ങളൊക്കെ നടത്തുന്നു. പക്ഷെ നമുക്ക് റിയാലിറ്റി അറിയാം, അത് നടന്നിട്ടില്ല എന്നുള്ള റിയാലിറ്റി അറിയാം. പക്ഷെ കുട്ടികൾക്ക് ആ ഒരു ഡിഫറൻസ് അവർക്കത് മനസ്സിലാകില്ല. ഒരു എസ്കേപ്പിസം ആണ് ശരിക്കും ഈ ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. എസ്കേപ്പിസം ഇങ്ങനെ വരുമ്പോ ഇതൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ മനസ്സിലാകുമ്പോൾ കുട്ടിക്ക് വീട്ടിൽ ചെയ്യാനുള്ള ചില ആക്ടിവിറ്റീസ് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം. കുട്ടിയുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ട് അവൻ ഇങ്ങനെ ഫാന്റസിയിലേക്ക് പോകുന്നു, അപ്പൊ എന്ത് ആക്ടിവിറ്റി കൊടുത്താൽ അവൻ ആ ഫാന്റസി ഇത് മറന്ന് ഈ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകും. അതാണ് അവിടെ നമുക്ക് പാരന്റും ടീച്ചേഴ്സും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ വരേണ്ട കാര്യം പറഞ്ഞത്. ഫിസിക് ഫ്യൂബ് എന്ന് പറയുന്നത് അതാണ്, ഒരു ഡ്രീമബിൾ സ്റ്റേറ്റ് ആണ് ഫിസിക് ഫ്യൂബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിസിക് അല്ല, സൈക്കിക് ആണ്. നെക്സ്റ്റ് സൈക്കിക് ബാരിയേഴ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയും അവന്റെ വേൾഡുമായിട്ടൊരു ബാരിയർ, ഒരു മതില് പോലെ തടസ്സം പോലെ പണിത് വയ്ക്കുമ്പോൾ അവനങ്ങ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പം അത് ഡെസ്പെയർ, ഡിസപ്പോയിന്റ്മെന്റ് ഒക്കെ വരുവാണ്. അവന് പലപ്പോഴും അവന് റിയാലിറ്റിയുടെ പല റെസ്ട്രിക്ഷൻസ് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവൻ ഇങ്ങനെ ഒരു കാര്യം, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, എനിക്കത് എടുക്കാൻ പാടില്ല, ഞാൻ അങ്ങോട്ട് പോകാൻ പാടില്ല, അങ്ങനെ ഒരു സൈക്കിക് ബാരിയർ ക്രിയേറ്റ് ചെയ്യുവാണ്. കറക്റ്റ് ടൈമിൽ ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ അത് അവന്റെ പേഴ്സണാലിറ്റി റിട്ടാർഡേഷന് കാരണമാകും. നമ്മൾ മെന്റലി റിട്ടാർഡേഷൻ സംഭവിക്കില്ലേ, ഏതാണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും. പേഴ്സണാലിറ്റിയിൽ ഭയങ്കര ഒരു ഡിഫോർമേഷൻ, പേഴ്സണാലിറ്റി വളരെ മോശമാകും, ഡൗൺ ആകും. കറക്റ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ കറക്റ്റ് ഹെൽപ്പ് കിട്ടിയില്ലെങ്കിൽ. നെക്സ്റ്റ് വൺ, അറ്റാച്ച്മെന്റ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞ ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് പാരന്റ്സുമായിട്ടുള്ള നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു സിറ്റുവേഷൻ വിയർ ദ പാരന്റ്, നോർമലി ദ മദർ, അമ്മയായിട്ടായിരിക്കും ചെറിയ കുട്ടികൾ കൂടുതൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്, മേക്സ് എ ചൈൽഡ് ബിക്കം ഡിപ്പെൻഡന്റ് ഓൺ ദ, ആ രീതിയിൽ. അപ്പൊ അവിടെ ഒരു അഡൾട്ടിന്റെ ഇൻഫ്ലുവൻസ് കുട്ടിയിൽ ശരിക്കും ഉണ്ട്. മോസ്റ്റ് കോമൺലി മദർ ആയിരിക്കും. അത് എപ്പോഴും അമ്മ എന്താ ചെയ്യുന്നത്, കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് അനുവദിക്കില്ല. ഇസ് നോട്ട് അലൗഡ് ടു ബി ഇൻഡിപെൻഡന്റ്. എപ്പോഴും ഒരു നിഴല് പോലെ കുട്ടിയുടെ കൂടെ ഉണ്ടാവും, ഓവർ ഷാഡോ ദീസ് ചിൽഡ്രൻ. ഇവിടെ അമ്മയുടെ പേഴ്സണാലിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കുട്ടികളിലേക്ക്. അപ്പൊ അവർക്കൊരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഉള്ളത് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ഒരു അറ്റൻഷൻ സീക്കിങ് ആ ഒരു പ്രോബ്ലം ഉണ്ടാവും. എപ്പോഴും അമ്മ വേണം. ഇപ്പൊ സ്കൂളിലൊക്കെ കൊണ്ടാകുമ്പോഴേക്കും കരഞ്ഞു വിളിച്ച് വേണം വെച്ച് അമ്മ ഹാഫ് ടൈം കുട്ടിയുടെ കൂടെ സ്കൂളിലിരിക്കുന്നു, ക്ലാസ് റൂമിലിരിക്കുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലോ. ശരിക്കും ഈ കുട്ടികൾക്ക് വേണ്ടത് ഫ്രീഡമാണ്. അതായത് കുട്ടി തന്നെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ടീച്ചറുടെ എൻവയോൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ടീച്ചർ അവിടെ ഒരു സപ്പോർട്ട് അങ്ങനെ കൊടുക്കാതെ കുട്ടിക്ക് വേണ്ടുന്ന ഫ്രീഡം കൊടുക്കുന്നു. അപ്പം അതിനു വേണ്ടിയിട്ട് കുറെ ആക്ടിവിറ്റീസ് ടീച്ചർ സെലക്ട് ചെയ്യും. കുട്ടി തന്നെ ചെയ്യുമ്പോഴേക്കും ആ ഡിപ്പെൻഡൻസി മാറി കുട്ടിയുടെ ഇൻഡിവിജ്വലി കുട്ടി കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നുന്നു. അത് കുട്ടിയുടെ പേഴ്സണാലിറ്റിയിലും റിഫ്ലക്ട് ചെയ്യും. ഇവിടെ അറ്റാച്ച്മെന്റ് നല്ലതാണ്, പക്ഷെ കുട്ടിയെ റെസ്പെക്ട് ചെയ്യുക, കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആണെന്നുള്ള രീതിയിൽ തന്നെ
പാരന്റ്സ് കൺസിഡർ ചെയ്യണം. അവരെ കൂടുതൽ ഡിപ്പെൻഡൻസി, കൂടുതലായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ കുട്ടി ചിലപ്പോഴും പല കാര്യങ്ങളും തന്നെ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അവിടെയാണ് ടീച്ചർ അതിന് പറ്റുന്ന ചില പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. അവിടെയും പാരന്റും ടീച്ചറുമായിട്ടൊരു കണക്ഷൻ വരണം. അവരെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കണം. Okay, next one, possessiveness. ചില കുട്ടികൾ കാണാറില്ലേ, ഭയങ്കര നിർബന്ധം പിടിക്കും. അവർ ഭയങ്കര ഡിമാൻഡിങ് ആയിരിക്കും. അവര് എന്തെങ്കിലും ടോയ്സ് വേണമെങ്കിൽ അത് ഭയങ്കര കരഞ്ഞ് നിർബന്ധം പിടിച്ച് അത് വാങ്ങിക്കും. കിട്ടുന്നത് പറഞ്ഞു കേട്ടിട്ടില്ലേ, കിട്ടുന്നത് വരെയുള്ളൂ. അത് കഴിയുമ്പോഴേക്കും അതിനോടുള്ള ആഗ്രഹം തീരും. ഈ ഡിസ്കാർഡ്സ് ദ. അപ്പം എല്ലാം സ്വന്തം വേണമെന്ന് ആഗ്രഹിക്കും. കിട്ടിക്കഴിയുമ്പോഴേക്കും അത് ഇങ്ങനെയുള്ളവര് വലുതായി കഴിയുമ്പോൾ പലപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ലവിങ് ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം. അവര് നല്ല രീതിയിൽ എല്ലാ കുട്ടികളിലേക്കും ഒരുപോലെ അവരുടെ സ്പ്രെഡ് ചെയ്യണം, അവരുടെ ലവ് ആൻഡ് കെയർ. കുട്ടിയുടെ എനർജി മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ കുട്ടികൾ ആ മെറ്റീരിയൽസുമായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ, നമുക്ക് പറഞ്ഞു കോൺസെൻട്രേഷനും സെൽഫ് കോൺഫിഡൻസും എല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഈ രീതിയിലുള്ള പൊസസീവ്നെസ് അവിടെ, അതായത് എല്ലാ കാര്യവും സ്വന്തം വേണം എന്നുള്ള രീതിയിലുള്ള ഡീവിയേഷനൊക്കെ മാറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ടീച്ചർ അവിടെ പ്രൊവൈഡ് ചെയ്യണം. കുട്ടി പലപ്പോഴും അഡൾട്ട്സിനെ ഇമിറ്റേറ്റ് ചെയ്യണം. ഓക്കെ, ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്, ചെയ്യണമെന്നല്ല, ചൈൽഡ് ഇമിറ്റേറ്റ്സ് അഡൾട്ട്. അമ്മയെ ഇമിറ്റേറ്റ് ചെയ്യാം, അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാം, വീട്ടിലെ വേറെ ആരെയാണ് ഒരു റോൾ മോഡൽ പോലെ അങ്ങനെ ചില ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അഡൽട്ട് വളരെ കുട്ടിയുടെ ലൈഫിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന ഒരാള് അപ്പൊ അതുപോലെ പവർഫുൾ ആകണം എന്ന് ആഗ്രഹിക്കും. അപ്പൊ ആ ഒരു രീതിയിലൊരു സ്ട്രോങ് പേഴ്സണാലിറ്റി എപ്പോഴും കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കും അഡൽട്ടിന്റെ. ഈ അഡൽട്ട് ഒരു സ്റ്റബേൺ, അഗ്രസീവ് ആയിട്ട് അങ്ങനെ ഒരു റൂഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഈ കുട്ടിയും അതുപോലെ ആകാനായിട്ട് ശ്രമിക്കും. പിന്നെ ഇങ്ങനെ ഒരു പ്രോബ്ലം വരും. ഏതെങ്കിലും ഒരു അഡൽട്ടിനെ ഇത് ഇമിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ പലപ്പോഴും ഇപ്പൊ വീക്ക് ആയിട്ടുള്ള കുട്ടി ഇതുപോലെ ഒരു അഡൽട്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുവാണെങ്കിൽ അഡൽട്ടിനെ അത് മനസ്സിലാക്കുന്ന അഡൽട്ടിന് പലപ്പോഴും ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകാം. പിന്നെ പലപ്പോഴും ഈ അഡൽട്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്യും കുട്ടികൾ പലപ്പോഴും അച്ഛനമ്മമാരെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ടല്ലേ. അതൊക്കെ ഏത് ഏജിലാണെങ്കിലും ഇവര് മാനിപ്പുലേറ്റ് ചെയ്യും. ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ കൂടി അവരെങ്ങനെയെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ സാധിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകാം. അപ്പം കുട്ടി എന്നെ പോലെയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു പ്രൈഡ് പലപ്പോഴും മുതിർന്ന ആളുകളിൽ കാണാറുണ്ട്. പക്ഷെ അവരുടെ ഒരു റൂഡായിട്ടുള്ള ബിഹേവിയർ അങ്ങനെയുള്ളതൊക്കെ കാണിക്കുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴേക്കും അഡൽട്ടിന് അതൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാകും. പിന്നെ അഡൽട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. ഇറിറ്റേഷൻ, പിന്നെ സൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ, പിന്നെ ഈ ബ്രീത്ത് ഡീപ്ലി, സൈ, ചില വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് അങ്ങനെയുള്ള വലിയ ആൾക്കാരൊക്കെ പറയുന്ന പോലെയുള്ള സെന്റൻസുകൾ അവരെ കോപ്പി ചെയ്യുന്ന രീതിയിൽ അവർ ഇമിറ്റേറ്റ് ചെയ്ത് പറയാറുണ്ട്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അഡൽട്സിന് ഭയങ്കരമായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു മോശം ഫീൽ ചെയ്യാറുണ്ട്. നെക്സ്റ്റ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമുക്കറിയാം പലപ്പോഴും ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ക്ലാസ് റൂമിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പലപ്പോഴും കുട്ടികളിൽ ഉണ്ടാകുന്നതാണ് ഇൻഫീരിയർ ആയിട്ടുള്ള ഒരു രീതി. കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആണ്. പിന്നെ കുട്ടികളെ പലപ്പോഴും ചിലര് നിസ്സാരമായിട്ട് കാണും. എന്ത് ചൈൽഡ് വിത്ത് കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് റെസ്പെക്ട്, ഒരു ഇഷ്ടമില്ലായ്മയോടുകൂടിയുള്ള റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലൊക്കെ കുട്ടികളെ കാണും. കുട്ടിക്ക് അത് താനൊരു ഫെയിലിയർ ആയെന്നുള്ളൊരു ഫീൽ തോന്നും. അവർക്ക് അവരുടെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ഒക്കെ ഭയങ്കര ലോ ആയിട്ട് തോന്നും. ഭയങ്കര പുവർ ആയിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ്, അങ്ങനെ വല്ലാണ്ട് അവർക്ക് ഹേർട്ട് ആവും. കുട്ടികൾ അഡൽട്സ് അങ്ങനെ ട്രീറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ടീച്ചർ അതിനനുസരിച്ചുള്ള പ്ലാൻ എടുക്കണം. അതിന് വേണ്ടുന്നുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണം.
ഓരോ ആക്ടിവിറ്റിയും കുട്ടി ചെയ്യണം, അതിന്റെ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ഒന്നും കൊടുക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ട് കുട്ടിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കുട്ടിക്ക് ചെയ്യാവുന്ന രീതിയിൽ ആക്ടിവിറ്റി സെലക്ട് ചെയ്തു. കുട്ടി റോങ് ആവുകയാണെങ്കിൽ മോണ്ടിസോറി മെത്തേഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി റോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കൂടിയും നമ്മൾ കറക്റ്റ് ചെയ്യരുതെന്നാണ് പറയുന്നത്. പക്ഷെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഇൻഫീരിയർ ആയിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കാം എങ്ങനെ അതിലേക്ക് എത്താം എന്നുള്ളത്. അല്ലാണ്ട് നീ ചെയ്തത് തെറ്റിപ്പോയി ആ ഒരു രീതിയിൽ നമ്മൾ പറയരുതെന്നാണ് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ്സ്. ഒരിക്കലും കറക്റ്റ് ചെയ്യരുതെന്നുണ്ട്, അവർ തന്നെ പഠിക്കുവാണ് അവിടെ, ലേണിംഗ് പ്രോസസ്സാണ്. നമുക്ക് വേണമെങ്കിൽ അവർക്ക് അതിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ഫിയർ, പേടി. പലപ്പോഴും മുതിർന്നവരുടെ ഒരു ഇൻഫ്ലുവൻസ് കാരണം കുട്ടിക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാവും, ഫിയർ. ദാറ്റ് ഈസ് അത്ര ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഫിയറോ കാര്യങ്ങളോ ഒന്നുമല്ല, എന്നാലും ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ഫോബിയ പോലെ ഉണ്ടായിരിക്കും. ചില കഥകൾ പറഞ്ഞ് പേടിപ്പിക്കുക, അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ ഓരോ വാക്കുകളൊക്കെ പറയില്ലേ, കോക്കാച്ചി വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ലേ. നിങ്ങൾ ആരും മിണ്ടുന്നില്ലല്ലോ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. എപ്പോഴും അപകടമുണ്ട്, പക്ഷെ എന്ന് കരുതി ക്രിയേറ്റ് ചെയ്തവരെ പേടിപ്പിക്കാതിരിക്കും. ഓക്കെ, ആ രീതിയിൽ നാച്ചുറൽ ആയിട്ട് ഉള്ള ഡേഞ്ചർ ഒക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കിക്കുക. പക്ഷെ അവരെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അവരെ ഓരോന്നും പേടിപ്പിക്കാറുണ്ടല്ലോ. നെക്സ്റ്റ് ലൈസ്, നുണ പറയുന്നത്. പലപ്പോഴും ഒരു ഡിഫൻസ് മെക്കാനിസം പോലെയാണ് കുട്ടികൾ പലപ്പോഴും കള്ളം പറയാനായിട്ട് തുടങ്ങും. ലൈക്ക് ചിലപ്പം വീട്ടിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, എന്താ പറയാ, കൊടുത്തുവിട്ട ഭക്ഷണം മുഴുവൻ കഴിക്കണം. അപ്പൊ കുട്ടി ചിലപ്പോൾ എല്ലാം കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, തിരിച്ച് എം ടി ആയിട്ട് കൊണ്ട് ചെല്ലണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ തന്നെ മുഴുവൻ കഴിച്ചു, അങ്ങനെയുള്ള രീതിയിൽ ഒരു ദോഷമായ കള്ളങ്ങളൊക്കെ പറയുന്നത്. Children refers to having done something to make the adult or lie by saying he has done something when he has not. The child is afraid of how the adult will react to the situation. പേടിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന പേടിച്ചിട്ട് ചില കള്ളങ്ങൾ കുട്ടി പറയും. അതാണ് ഡിഫൻസ് ലൈസ്. വെച്ചാൽ തിരിച്ച് വഴക്ക് പറയാതിരിക്കാനും തല്ലാതിരിക്കാനായിട്ട് കുട്ടികൾ കള്ളം പറയുമല്ലോ. നെക്സ്റ്റ് സോഷ്യൽ ലൈസ്. ഇത് മോസ്റ്റ് കോമൺലി നോർമലി അഡൾട്ട് ആണ് ഈ ഒരു സോഷ്യൽ ലൈസ്. കാരണം കൊച്ചുകുട്ടികൾക്ക് ഇതുപോലുള്ള ലൈസ് പറയാനുള്ള അത്രയും ആയിട്ടില്ല. പക്ഷെ അഡൾട്ട്സ് ഇത് പറയുമ്പോൾ അതിൽ നിന്ന് അവരെടുക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ലൈക്ക് നമ്മൾ ചിലപ്പോൾ പറയില്ലേ, ചില ആൾക്കാർ ചിലർ പുതിയ ഡ്രസ്സ് എന്തെങ്കിലും ഇട്ടിട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ, ലുക്ക് ഗ്രേറ്റ് എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി അത് പൊട്ട ഡ്രസ്സാണെന്ന് നമ്മൾ ഉള്ളിൽ പറയുന്ന രീതിയിലുള്ള ലൈസ് ആണ് സോഷ്യൽ ലൈസ് എന്ന് പറയുന്നത്. പിന്നെ ആരെങ്കിലും ഒരു തമാശ പറയുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മളത് കേട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കും. ആക്ച്വലി അതിനകത്ത് വലിയ ഫണ്ണി ആയിട്ടൊന്നുമില്ല, പക്ഷെ അവരെ വിഷമിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ അത് ജോക്കാണെന്ന് ആക്സെപ്റ്റ് ചെയ്ത് ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ. അത് അങ്ങനെയുള്ള ലൈസ് ആണ് സോഷ്യൽ ലൈസ് എന്ന് പറയുന്നത്. വൈറ്റ് ലൈസ്, അതും വലിയ ദോഷം ഉണ്ടാക്കുന്ന നുണകളൊന്നുമല്ല. ഇത് കുട്ടികൾക്ക് അവരുടെ ചുറ്റുപാടിൽ നിന്നും കിട്ടുന്നതാണ്. നോർമലി ഫ്രം ആൻ അഡൾട്ട് ആണ് ഇതുപോലുള്ള സോഷ്യൽ ലൈസ് പറയുന്നത്. ലൈക്ക് ഇപ്പം അച്ഛനെ അന്വേഷിച്ച് ആരെങ്കിലും വീട്ടിൽ വരുമ്പോഴേക്കും അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുമല്ലോ. അച്ഛൻ ആക്ച്വലി അകത്തുണ്ടാവും, കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ഫോൺ വെച്ചിട്ട് പുറത്തു പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ കുട്ടികൾ ആ എൻവയോൺമെന്റ് ചെയ്ത് അഡൾട്ട് ചെയ്ത് പഠിക്കുന്നതാണ്. അവർക്ക് ശരിക്കും അറിയാം അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ അഡൾട്ട് പറഞ്ഞ് ഏൽപ്പിച്ചെടുക്കുന്നതാണ് കുട്ടിക്ക് അത് പറയാനായിട്ട് പേടി തോന്നും. നെക്സ്റ്റ് ഫാന്റസി ലൈസ്. ചിൽഡ്രൻ വിൽ ബി ഏബിൾ ടു ടെൽ അവർ കുറെ ഭയങ്കര പൊലിപ്പിച്ച് ഒരു കഥ ഉണ്ടാക്കിയൊക്കെ പറയില്ലേ, ഇത് അഡൾട്ടിനെ അവരെ എന്താ പറയാ അവർക്ക് ഇഷ്ടം തോന്നാനും ഒക്കെ വേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ഉണ്ടാക്കി ഫാന്റസി ലൈസ്. അതാണ് പലപ്പോഴും അവരുടെ അറ്റൻഷൻ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട്.
അപ്പം ഒരു പ്രാവശ്യം പറഞ്ഞതിനേക്കാളും ബെറ്റർ സ്റ്റോറി ആയിരിക്കും പിന്നെ അവർ ഉണ്ടാക്കി പറയുന്നത് ആ ഒരു പീരിയഡ്. പിന്നെ സ്പിരിച്വലൈസ്, ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ ഈ ഒരു ഡീവിയേഷൻ സ്റ്റാർട്ട് ചെയ്യും, അത് അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്കും അത് മാറും. When you accept your deviation as if they were part of your personality, you live by your deviation rather than revealing your true nature. ഈ ഡീവിയേഷൻസ് നമ്മൾ കറക്റ്റ് ടൈമിൽ മാറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഡീവിയേഷൻസിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ അത് വെക്കും, അതുമായിട്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന രീതിയിലേക്ക് വരും. കറക്റ്റ് നമ്മളുടെ ട്രൂ നേച്ചർ നമ്മളുടെ ഉള്ളിലുണ്ട്. കാരണം മോണ്ടിസോറി പറയുന്നത് എന്താണ്, ഡീവിയേഷൻ എന്ന് പറയുന്നത് ട്രൂ അല്ല, ആ എൻവയോൺമെന്റ് കൊണ്ട് ചൈൽഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ്. ട്രൂ ആയിട്ട് ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇത് കുട്ടിയുടെ ഉള്ളിലുണ്ട്. അത് ഈ ഡീവിയേഷൻ കാരണം പുറത്തേക്ക് വരുന്നില്ല. ആ ഡീവിയേഷനോട് കൂടി കറക്റ്റ് ആ ഡീവിയേഷൻ കറക്റ്റ് സമയത്ത് ക്ലാരിഫൈ ചെയ്യാതെ പോകുമ്പോൾ ആ ഡീവിയേഷനോട് കൂടി തന്നെ കുട്ടി ജീവിക്കുന്നതാണ് ഈ ഡീവിയേഷൻ കൊണ്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സ്പിരിച്വലൈസ് നത്തിങ് ബട്ട് ഇങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചിലപ്പോൾ പ്രെയർ ഒക്കെ ചെയ്ത് പള്ളിയിലൊക്കെ പോയി അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷെ അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്കും അത് എന്താ പറയാ നല്ല അത് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ആ ചെറുപ്പത്തിലുള്ള സ്പിരിച്വൽ ലെവൽ ആയിരിക്കില്ല പിന്നെ കാണിക്കുന്നത് ആ ഒരു ഇത്. പിന്നെ പാരന്റ്സിനോട് ഇതൊക്കെ പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഓരോരുത്തരുടെ ബിലീഫ് അനുസരിച്ച് ഏതെങ്കിലും മതഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ടാവും. ആ ഞാനത് ചെയ്തു, ഞാനത് വായിച്ചു, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടി, അങ്ങനെയുള്ള അതിനോട് താല്പര്യമില്ലാതെ വരുമ്പോഴുള്ള ഒരു ലൈ ആണ് സ്പിരിച്വൽ ലൈ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് സെന്റൻസ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു കൺക്ലൂഷൻ ആണ്. ഈ ഒരു ഡീവിയേഷൻസോട് കൂടി കറക്റ്റ് പോയില്ലെങ്കിൽ ഈ ഡീവിയേഷൻ ആക്സെപ്റ്റ് ചെയ്ത് അതോടുകൂടി ജീവിച്ച് പേഴ്സണാലിറ്റി അത് റിഫ്ലക്ട് ചെയ്യുന്നു. ആക്ച്വൽ ആയിട്ടുള്ള ഇന്നർ നേച്ചർ, ട്രൂ നേച്ചർ പുറത്തേക്ക് വരാതെ ഇരിക്കുന്നു. മോണ്ടിസോറി പറയുന്നത് ഡീവിയേഷൻ എൻവയോൺമെന്റ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്, അത് ട്രൂ ആയിട്ടുള്ളതല്ല, ട്രൂ ആയിട്ട് കുട്ടിയിലുള്ളതല്ല, അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. ട്രൂ ആയിട്ടുള്ള ആ ഒരു ഇന്നർ ചൈൽഡ് ആ ഒരു ഇത് അപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ഡീവിയേഷൻ കറക്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രമാണ് കുട്ടി ട്രൂ ആയിട്ടുള്ളത് കാണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? നോർമലൈസേഷനും ഡീവിയേഷനും അതിന്റെ ഇമ്പോർട്ടൻസും മനസ്സിലായോ? ക്ലിയർ ആയി മാം. ഓക്കെ അല്ലേ? കുറേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാനുണ്ടാവും ഈ ഒരു കാര്യത്തില്. ഞാനത് നമ്മളുടെ തന്നെ കുട്ടികളെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഡിസ്കഷനിലേക്ക് വരാതിരുന്നത്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ചില വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും ഇതൊക്കെ കേട്ട സമയത്തേക്ക്. അതുകൊണ്ടാണ് ഞാനൊരു ഡിസ്കഷൻ വെക്കാതിരുന്നത്. പക്ഷെ ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മൾ നല്ല പോലെ കുട്ടികളിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത് അവരെ നല്ല രീതിയിൽ അത് ഡീവിയേഷനിൽ നിന്നും മാറ്റി കൊണ്ടുപോകേണ്ടതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, നമ്മള് നിസ്സാരം എന്ന് വിചാരിച്ചായിരിക്കാം അവരുടെ ഒരു അഡൾട്ട്ഹുഡിലെ ഒരു ഇഷ്യൂ ആയിട്ട് മാറാൻ ചാൻസ് വരുന്നത്. ഓക്കെ തന്നെ. അപ്പൊ ആ ഒരു ചാപ്റ്റർ നമുക്ക് കഴിഞ്ഞു. യൂണിറ്റ് 5 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. അടുത്തതൊരു ചെറിയൊരു യൂണിറ്റ് ആണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നും പറഞ്ഞിട്ട് 6th യൂണിറ്റ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. നിങ്ങൾക്ക് എന്തായാലും മോണ്ടിസോറി ട്രഡീഷണൽ മെത്തേഡ്സും മോണ്ടിസോറി മെത്തേഡ്സും തമ്മിൽ ഡിഫറൻസ് എല്ലാം നിങ്ങൾക്ക് എടുത്തു. പിന്നെ നാച്ചുറൽ ആയിട്ട് ഡെവലപ്മെന്റ് വരുന്നതിന്റെ ആ രീതികളും ശരണ്യ മിസ് എടുത്തു പോയതാണ്. ഓക്കെ, സെൽഫ് കൺസ്ട്രക്ഷൻ എടുത്തു. ആ ഒരു നാച്ചുറൽ ഡെവലപ്മെന്റ് മനസ്സിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ നോർമലൈസേഷനും ഡീവിയേഷനും മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഇവിടെ എല്ലാം മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. സോഷ്യലൈസ് ചെയ്യാം, അതാണ് മെയിൻ ചെയ്യുന്നത്. ആ ഒരു സ്ലൈഡ് ചെയ്യാൻ ആഗ്രഹിക്കട്ടെ. ചെറിയൊരു യൂണിറ്റ്. നമ്മൾ പറഞ്ഞു നോർമലൈസ്ഡ് ആയിരുന്ന കുട്ടികളുടെ ഗ്രൂപ്പായി നമ്മൾ ഡീവിയേറ്റ് ആയ കുട്ടികളിൽ പല ആക്ടിവിറ്റീസ് ചെയ്ത് അവരെ നോർമലൈസ്ഡ് ആയി അവരെ മ്യൂച്വൽ എയ്ഡ്, മ്യൂച്വൽ ഹെൽപ്പ് ചെയ്യുന്നു, മ്യൂച്വൽ റെസ്പെക്ട്, അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്നു, അവരുടെ ഇൻഡിവിജ്വാലിറ്റി നല്ല രീതിയിൽ തന്നെ പുറത്തേക്ക് വരുന്നു.
കോൺസെൻട്രേഷൻ കൂടുന്നു, ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, ഒബീഡിയന്റ് ആകുന്നു. ഈ നോർമലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായ റിസൾട്ട് ആണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ തമ്മിൽ സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഭയങ്കരമായിട്ട് കൂടെയുള്ള ഗ്രൂപ്പുമായിട്ട് സോഷ്യലൈസ് ചെയ്യും. അതാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അത് നാച്ചുറൽ ആയിട്ട് കുട്ടികളുടെ ഉള്ളിൽ വരിക. അപ്പൊ അവിടെ ഡീവിയേറ്റഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അത് നാച്ചുറൽ ആയിട്ട് ആ സോഷ്യലൈസേഷൻ അവിടെ നടക്കില്ല. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അപ്പൊ ആ ഡീവിയേറ്റഡിനെ നോർമലൈസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരുടെ ഒരു ഡെവലപ്മെന്റിന്റെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് നല്ല രീതിയിൽ നടക്കുകയാണ്. കുട്ടികൾ തമ്മിലൊരു സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റഡ് ആവും. അഡൾട്ട്സിനേക്കാളും കൂടുതൽ അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബോണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇത് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. അപ്പം ഒരു എംപതി ഉണ്ടാകും, മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടാകും, റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങും. അവർ തമ്മിലൊരു ഡീപ്പ് കെയർ ആണ്. അപ്പം ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുക്കുമ്പോഴേക്കും അവർക്ക് അതിൽ സക്സസ് വേണം എന്നുള്ള ആഗ്രഹം അവരിൽ ഉണ്ടാകും. അങ്ങനെ ആ രീതിയിൽ അവർ അതിൽ നല്ല പോലെ വർക്ക് ചെയ്യും. കമ്മിറ്റഡ് ആയിരിക്കും അവർ ഗ്രൂപ്പില്. നമ്മൾ കണ്ടിട്ടില്ല ചിലര് ഭയങ്കര ഗ്രൂപ്പിന്റെ സ്പോയിലേഴ്സ് ആകുന്നത്. പാർട്ടി സ്പോയിലേഴ്സ് എന്നൊക്കെ പറയില്ലേ നമ്മളൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്. നമുക്ക് തന്നെ അനുഭവം ഉണ്ടാവുമായിരിക്കും. വീടുകളിലെ ഏതെങ്കിലും ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെയോ കോളേജിന്റെയോ ഒക്കെ ഗെറ്റ് ടുഗദർ ഒക്കെ നോക്കിയപ്പോൾ ആരെങ്കിലും ഒരാൾ കല്ലുകടിയായിട്ട് വരുമ്പോൾ തന്നെ ആകെ ഗ്രൂപ്പിന്റെ രീതിയെ തന്നെ അത് ബാധിക്കും. പക്ഷെ ഈ രീതിയിൽ നോർമലൈസേഷനിൽ വന്ന കുട്ടികളാവുമ്പോഴേക്കും അവര് തമ്മിൽ നല്ലൊരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. അത് ഭയങ്കര കമ്മിറ്റഡ് ആവുക. അപ്പൊ ആ ഒരു ചെറിയ ഏജിലെ തന്നെ അവർക്ക് ആ മ്യൂച്വൽ റെസ്പെക്ട്, ബോണ്ടിങ്, കെയറിങ്, എംപതി, റെസ്പോൺസിബിലിറ്റി എല്ലാം അവിടെ വരിക. ഓരോരുത്തരും അവരുടെ പൊട്ടൻഷ്യൽ ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഈ സൊസൈറ്റി ബൈ കൊഹീഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും അവരുടെ പിന്നെ അവർ അഡൾട്ട് ആവുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവര് നല്ല രീതിയിൽ തന്നെ സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങും. സോഷ്യലൈസ് ചെയ്യുമ്പോൾ തന്നെ സൊസൈറ്റിയിലേക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ ജസ്റ്റ് അതിന്റെ ഒരു കണ്ടന്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അത് തന്നെയുള്ളൂ അതിനകത്ത് പറയാനായിട്ട്. ഇതിന്റെ കണ്ടന്റ് ഇത്ര തന്നെ ഉള്ളൂ. ഈ ഒരു സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത് നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ നിന്ന് ഒരു സോഷ്യലി കമ്മിറ്റ്മെന്റ് കാര്യങ്ങളും വരുന്നത്. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്നുള്ള രീതിയിൽ അവർ മാറുവാണ്. മോണ്ടിസോറി ക്ലാസ് റൂമില് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു നല്ലൊരു എൻവയോൺമെന്റ്. ആ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർസ് കുട്ടികളുടെ വേരിയസ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ച് നല്ല പോലെ പറയാം നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം ഫെസിലിറ്റേറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഡെവലപ്മെന്റ് സ്റ്റേജസ്. അവരെ ഓരോ കുഞ്ഞിനെയും ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജ് മനസ്സിലാക്കി അവരുടെ ഇന്റേണൽ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ വേണം ഫെസിലിറ്റേറ്റർ ആക്ടിവിറ്റീസ് കൊടുക്കാൻ. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. മെന്റൽ, ഫിസിക്കൽ എനർജി എല്ലാം ഒരുമിച്ച് കൂടുന്നു. നമ്മൾ പറഞ്ഞു മൈൻഡ് ആൻഡ് ബോഡി ഒന്നാണ്, രണ്ടല്ലാന്ന് നമ്മൾ ഓൾറെഡി മെന്റൽ ഹെൽത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മെന്റലി ഫിസിക്കലി ഒക്കെ ഒരേ രീതിയിൽ തന്നെ കുട്ടി വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നു, നോർമലൈസ്ഡ് ആവും. അപ്പൊ മോണ്ടിസോറി ക്ലാസ് റൂം അങ്ങനെ നോർമലൈസ്ഡ് ചിൽഡ്രന്റെ ഒരു ഗ്യാതറിംഗ് ആയിട്ട് മാറുവാണ്, അവരുടെ ഒരു ഗ്രൂപ്പായി മാറുവാണ്. കുട്ടികളെല്ലാം നോർമലൈസ്ഡ് ആകുമ്പോൾ അവർക്കൊരു പെർഫെക്റ്റ് ഫ്രീഡം എന്ന് പറഞ്ഞു. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ് എന്നുള്ള രീതിയിൽ പെർഫെക്റ്റ് ഫ്രീഡം അവർക്ക് ക്ലാസ് റൂമിൽ കൊടുക്കാനായിട്ട് തോന്നുന്നു. പെർഫെക്റ്റ് ഡിസിപ്ലിൻ നമുക്ക് അവരിൽ നിന്ന് കിട്ടും. അപ്പൊ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ, ഒരു പുതിയ കുട്ടികളുടെ ഒരു സൊസൈറ്റി, ഒരു ഗ്രൂപ്പ് അവരുടെ ഫോം ചെയ്യുവാണ്. സൊസൈറ്റി ബൈ കൊഹീഷൻ അല്ലെങ്കിൽ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്നുള്ള രീതിയിൽ. മോണ്ടിസോറി അതാണ് പറഞ്ഞത്. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രന് പകരം മോണ്ടിസോറി യൂസ് ചെയ്ത വാക്കാണ് സൊസൈറ്റി ബൈ കൊഹീഷൻ. എമംഗ് ദ ചിൽഡ്രൻ ദർ ഈസ് ബോണ്ടിങ് ആൻഡ് അട്രാക്ഷൻ. അങ്ങനെയാണ് ഈ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്നുള്ളത് ഫോം ചെയ്യുന്നത്. കൊഹീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്
ഒരു ഗ്രോയിങ് ടുഗദർ, സെപ്പറേറ്റ് ഒന്നും ആകാതെ ലൈക്ക് ഒരു ബോണ്ടിങ് ഉള്ള പോലെ സ്റ്റിക്കിംഗ് ടുഗദർ, ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് ഉള്ള ഒരു ഇതാണ് കൊഹീഷൻ എന്നുള്ളതിന്റെ മീനിങ്. പിന്നെ സൊസൈറ്റി ബൈ കൊഹീഷൻ ആണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ. സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ആണ് നോർമലൈസ്ഡ് ചിൽഡ്രൻ ആയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. പെർഫെക്റ്റ് ഫ്രീഡം എന്ന് പറയാൻ കാരണം ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫ്രീഡവും നോർമലൈസ്ഡ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫ്രീഡവും ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ കൂടുതൽ രീതിയിൽ കൊടുക്കും ആക്ടിവിറ്റീസ്. അവർ നോർമലൈസ്ഡ് ആകുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ അത് കൊടുക്കും. ഒരു നാച്ചുറൽ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ ആണ് ഈ കൊഹീഷൻ എന്ന് പറയുന്നത്. അവര് തമ്മിലുള്ള ബോണ്ടിങ്, അട്രാക്ഷൻ എല്ലാം ഈ ഒരു നാച്ചുറൽ ആയിട്ട് അവർക്ക് ഫുൾ ഓഫ് ലവ്, അല്ലാണ്ട് നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ച് അങ്ങനെ ചെയ്യുന്നതല്ല. സിമ്പതി അല്ല, അവിടെ എംപതി കൊടുക്കണേ. ആൻഡ് എംപതി ആൻഡ് ഫീൽ ഫോർ അതേഴ്സ്. Therefore, we should help them foster, അവർ ബിൽഡ് ചെയ്യാനായിട്ട് ഈ ക്വാളിറ്റീസ് റൈറ്റ് എൻവയോൺമെന്റിൽ റൈറ്റ് കണ്ടീഷനിൽ ഇവരെല്ലാം ബിൽഡ് ചെയ്ത് പോകണം. അത് അവരിൽ നിന്നും പിന്നെ ഒരിക്കലും മാറിപ്പോരുത്. ആ ഒരു രീതിയിൽ തന്നെ അവരിൽ ഉണ്ടായിരിക്കും. ഇത് കൊഹീഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. റെസ്പെക്ട് ഫോർ ദ റൈറ്റ് ഓഫ് അതേഴ്സ്. പലപ്പോഴും മെറ്റീരിയൽസ്, ഇപ്പം ടോയ് പോലെയാണ് പല ആക്ടിവിറ്റീസിനുള്ള മെറ്റീരിയൽസ് ഇരിക്കുന്നത്. അപ്പൊ കുട്ടികൾ തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. എനിക്കിത് വേണം, വേറൊരു കുട്ടി അതെടുക്കാനായിട്ട് വരുന്നു, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ പല സിറ്റുവേഷനിൽ മോണ്ടിസോറിയിലുള്ള കുട്ടികൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളവരായി മാറും എന്നാണ് പറയുന്നത്. ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള കൺസെന്റ്, എന്നാൽ ഇപ്പൊ നീ ഇതെടുത്തോളൂ, കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ വന്നെടുത്തോളാം, ആ രീതിയിലുള്ളൊരു മെച്വർ രീതിയിലുള്ള ഒരു കൺസെന്റും അഗ്രിമെന്റും അവരുടെ ഇടയിൽ വരും. വാശി പിടിച്ച് കരയൊന്നുമില്ല, കാരണം ഓൾറെഡി അവരെ നോർമലൈസ്ഡ് പ്രോസസ്സിലൂടെ വന്ന് അവർക്ക് ഒബീഡിയൻ, ഡിസിപ്ലിൻ, സപ്പോർട്ട്, കെയറിങ്, ബോണ്ടിങ് അതെല്ലാം വന്നു. നമ്മൾ കാണാറില്ലേ കൊച്ചു കുട്ടികളെ കളിക്കുമ്പോൾ ചിലപ്പം അവരുടെ സമപ്രായക്കാരെങ്കിലും വരുമ്പോൾ ടോയ്സ് ഷെയർ ചെയ്യുന്നത്, അവർക്ക് ആ ഒരു ഇഷ്ടം, അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് വന്നു കഴിയുമ്പോൾ അവരൊക്കെ ഷെയർ ചെയ്യും. അവർക്ക് ചിലർ കൊടുത്തു വിടും. അങ്ങനെയൊക്കെ ഒരു ക്യാരക്ടർ കാണിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറ്. നെക്സ്റ്റ് റെസിപ്രോക്കൽ ഹെൽപ്പ്. ഇപ്പൊ റിട്ടേൺ ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മളിപ്പോ ഒരാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ അയാൾ നമ്മളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലുള്ളത്, അതാണ് റെസിപ്രോക്കൽ. ആ രീതിയിലുള്ള ഒരു സച്ച് കെയർ ബിറ്റ്വീൻ ദ ചിൽഡ്രൻ. അതായത് ഈ 3 to 6 years ഉള്ളവരുണ്ടാവും. അപ്പൊ വലിയ കുട്ടികളെ ചെറിയ കുട്ടികളെ ഹെൽപ്പ് ചെയ്യും, ചെറിയ കുട്ടികളെ പരസ്പരം ഹെൽപ്പ് ചെയ്യും. ആ രീതിയിലുള്ള ഒരു റെസിപ്രോക്കൽ ഹെൽപ്പ് അവിടെ നടക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പരസ്പരം ഒരു റെസ്പെക്റ്റും ഇൻട്രസ്റ്റും ഒക്കെ കാണിക്കും. അപ്പം അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയാലും പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി അവനെ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവളെ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ളൊരു ഹാപ്പിനെസ് അവരിലുണ്ടായിരിക്കും. പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന ആക്ടിവിറ്റി അത് അഡ്മയർ ചെയ്യുക, നന്നായിട്ട് ആ ഒരു രീതിയിൽ അവരത് അഡ്മയർ ചെയ്യും. അതൊക്കെ ഇതെല്ലാം നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അത് വരാൻ കാരണം കുട്ടികൾക്ക് മോണ്ടിസോറി എൻവയോൺമെന്റിൽ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഫ്രീഡം കൊടുക്കുന്നു. അതുകൊണ്ടൊക്കെയാണ് ഇതിന് വരാൻ കാരണം. കോമ്പീറ്റ് ചെയ്യുക, അവർ തമ്മിലുള്ള കോമ്പീറ്റ്. ചിൽഡ്രൻ നീഡ് നോട്ട് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. നമ്മൾ അവിടെ പരീക്ഷ നടത്തുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവിടെ നടത്താറില്ലല്ലോ. ആ കോമ്പറ്റീഷൻ ഇസ് പെർമിറ്റഡ്. അവിടെ ഒരു കോമ്പറ്റീഷൻ പെർമിറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഈ എൻവയോൺമെന്റിൽ. സാധാരണ KG സെഷനിലൊന്നും നമ്മൾ അങ്ങനെ പല സ്കൂളുകളിലും കാണാറില്ല. പിന്നെ എന്താ സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെ. പലപ്പോഴും കുട്ടികളെ എല്ലാരെയും അഡ്മയർ ചെയ്യും അവര് ചെയ്തത്. 2-3 പേർക്കാണ് ഹയസ്റ്റ് പോയിന്റ് കിട്ടിയെങ്കിൽ പോലും KG സെഷനിൽ അത് നല്ല രീതിയിൽ തന്നെ ടീച്ചേഴ്സ് മാനേജ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ലാതെ വരുമ്പോൾ പരസ്പരം അവർ ഷെയർ ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ.
നെക്സ്റ്റ് മ്യൂച്വൽ ഹെൽപ്പ് ഒക്കെ നമ്മൾ മോറൽ ഹെൽപ്പ് ഓൾറെഡി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളും പറഞ്ഞതാണ്. ഇവരുടെ മോറൽ സൈഡിലും നല്ല വ്യത്യാസം വരും. ചിൽഡ്രൻ പ്രൊവൈഡ്സ് മോറൽ ഹെൽപ്പ് ടു അതർ ചിൽഡ്രൻ ബൈ കംഫർട്ടിങ് ദം ഫോർ ബീയിങ് റോങ് ഓർ ബീയിങ് ബാഡ്. തമ്മിൽ കളിയാക്കലില്ല. ഒരാൾക്ക് എന്തെങ്കിലും ഒരു മോശം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ വീണു, അങ്ങനെ വീഴാൻ പാടില്ലാത്തതായിരുന്നു. അപ്പൊ കുട്ടികൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു. വെള്ളം ബോട്ടിൽ നിന്ന് വെള്ളം വീണു, എല്ലാരും കൂടെ അവനെ കളിയാക്കി ചിരിക്കുമോ, ബാഡ് പറയോ ഷെയിം പറയോ അങ്ങനെയൊന്നും ചെയ്യില്ല. പരസ്പരം അവരത് ഏറ്റെടുത്ത് അത് ചെയ്യും. അപ്പൊ അത് ആർക്കും സംഭവിക്കാം. ആ ഒരു രീതിയിൽ ഇവരെല്ലാരും കൂടെ അത് ടേക്ക് കെയർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ മോറൽ ഹെൽപ്പ് ആ ഒരു സൈക്കിളാണ് വരുന്നത്. ഇത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പോകുമ്പോൾ വലിയ കുട്ടികളാവുമ്പോൾ ഇത് ഭയങ്കര നമ്മളുടെ നല്ല ഫ്രണ്ട്സിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവരെ അറിയിക്കാതെ നമ്മളത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ചെയ്യാറുണ്ടല്ലോ. നമ്മളൊരു ഹെൽപ്പ് ചെയ്യില്ലേ. അതേസമയം അത് മോശം കാര്യമാണെങ്കിലും പലരോടും പറഞ്ഞു നിർത്തുക, അതൊക്കെ ഒരു നല്ലൊരു ക്യാരക്ടറിന്റെ ഭാഗമല്ല. അപ്പൊ ഈ മോറൽ ഹെൽപ്പ് ഈ രീതിയിൽ അവര് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ഗ്രൂപ്പിനെ അവർ കൊണ്ടുപോകാനായിട്ട് നോക്കും. ഓൾഡർ ചിൽഡ്രൻ വലിയ കുട്ടികളെ റോൾ മോഡൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാലോ മോണ്ടിസോറി ക്ലാസ്സസിന്റെ ഒരു പ്രത്യേകത എല്ലാ ഏജ് കാറ്റഗറിയും കൂടെ ഒരു ക്ലാസ്സിൽ തന്നെയായിരിക്കും. 3 to 6 years ഒറ്റ ക്ലാസ്സിലായിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് ഹാർമണി, സന്തോഷം. ഹാർമണി ഈസ് എൻകറേജ്ഡ് ഇൻ ദ ക്ലാസ് ത്രൂ വർക്കിംഗ് ടുഗദർ. എല്ലാവരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഹാർമണി, ഹാപ്പിനെസ് എന്നുള്ളത് അതവിടെ വർക്ക്ഔട്ട് ആവുന്നു. ഒരു സെറ്റ് മെറ്റീരിയൽസ് ആണ് ഇപ്പൊ ആക്ടിവിറ്റി ചെയ്യാനുള്ളതെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് അത് ആവശ്യമുണ്ട്, അപ്പം വേണം. അപ്പൊ മറ്റുള്ള കുട്ടികൾ അത് വെയിറ്റ് ചെയ്യും അയാൾ ഫിനിഷ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ ആ പ്ലേസിലേക്ക് തിരിച്ചു വെക്കുന്നവരെ. അപ്പൊ എപ്പോഴും എടുക്കുന്ന ആൾക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും, ഞാൻ കളിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം, തിരിച്ചു വെക്കണം എന്നുള്ളത്. ആ രീതിയിൽ തന്നെ കുട്ടികൾ തമ്മിൽ ഗ്രൂപ്പായിട്ട് ചേരുന്നു. അവർക്ക് ഹാപ്പിനെസ് തന്നെ. എല്ലാവർക്കും അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോപ്പറേഷൻ, ഡിസിപ്ലിൻ, സോഷ്യൽ സെന്റിമെന്റ്, ഒബീഡിയൻസ്, ക്യാരക്ടർ, ഇതൊക്കെ ഇതിലൂടെ തന്നെ വരുന്ന കാര്യങ്ങളാണ്. കോപ്പറേഷൻ നമുക്കറിയാം, പരസ്പരം സഹകരണം. ഒരു ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോഴും അവര് എല്ലാം ഒരുമിച്ച് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഒരു ഫ്രീ ലൈഫ്, ഒരു ഫ്രീ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നു. അവർ ഫ്രീ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യുന്നു. തമ്മിൽ ഗ്രൂപ്പാണെങ്കിൽ തമ്മിൽ സഹകരിക്കുന്നു. അതാണ് കോപ്പറേഷൻ മെത്തേഡ്. ഡിസിപ്ലിനൊക്കെ അവരിൽ തന്നെ ഫോം ചെയ്യുവാണ്. നമ്മൾ ഫോഴ്സ് ചെയ്ത് അവരെ നിർബന്ധിച്ച് ഷൗട്ട് ചെയ്ത് മിണ്ടാതിരിക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ അവരെ ഡിസിപ്ലിൻ ഫോം ചെയ്യുവാണ്. ഓരോരുത്തരും അവരുടെ വർക്ക് ചെയ്യുമ്പോൾ അവർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അവരിൽ തന്നെ ഡിസിപ്ലിനും ഒബീഡിയൻസും വരും. പേഷ്യൻസ്, റെസ്പെക്ട്, അതേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് അവരിതിനകത്തൂടെ പഠിച്ചു വരുക. ഓരോ ഗ്രൂപ്പിലാവുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഓരോ ഗ്രൂപ്പിൽ ഇങ്ങനെ വരുമ്പോഴേക്കും അവർ ഭയങ്കര ഹാപ്പി, പ്രൗഡ് ആയിരിക്കും. അപ്പൊ ഒരു സെൻസ് ഓഫ് യൂണിറ്റി, ഞങ്ങൾ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ഫീല് വരും. അപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെ വർക്ക് ചെയ്ത ഗ്രൂപ്പിന് ഒരു അച്ചീവ്മെന്റ് എന്നുള്ളത് ആ ഒരു രീതിയിൽ സോഷ്യലൈസ് ചെയ്യുന്നു. സെന്റിമെന്റ്സ് അവിടെ വർക്ക്ഔട്ട് ചെയ്ത് അവര് സോഷ്യലൈസ് ചെയ്യുന്നു. പിന്നെ ഒബീഡിയൻസ്, ഹാപ്പിയാണ്. അവരിപ്പോ ഒബീഡിയൻസ് തന്നെ വരുന്നു. ഹാർമോണിയസ്, സന്തോഷം, പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. ഇൻസ്ട്രക്ഷൻസ് ടീച്ചർ പറയുന്നത് കേൾക്കാനും അവർ തയ്യാറാകും. അതൊരു ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ല മോണ്ടിസോറി ഡയറക്ടേഴ്സ് കൊടുക്കുന്നത്. അവിടെ ഫോഴ്സ്ഡ് ഡിസിപ്ലിനോ ഒബീഡിയൻസോ ഒന്നുമില്ല. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അവർ കേട്ട് മനസ്സിലാക്കി അവരത് ചെയ്യുന്നു. അവരുടെ ടീച്ചർ അവരെ നിർബന്ധിക്കുന്നതായിട്ടുള്ള ഒരു ഫീലും അവർക്ക് വരില്ല. അങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തും മ്യൂച്വൽ ഹെൽപ്പും എല്ലാം ചെയ്ത് അവർ പോകുന്നു. ക്യാരക്ടർ, ഒരു ആപ്റ്റ് എൻവയോൺമെന്റ് ആൻഡ് കണ്ടീഷനിലാവുമ്പോൾ അത് അവരുടെ ക്യാരക്ടറിൽ നല്ല വ്യത്യാസം വരും. ഫ്രീ, കോൺഫിഡന്റ് ആയിരിക്കും അവര്. ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിരിക്കും പരസ്പരം. അങ്ങനെ ഓരോ ക്വാളിറ്റീസും അവരിൽ ഫോം ചെയ്യുവാണ്. അത് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അവരത് എക്സസൈസ് ചെയ്യുന്നു. അത് പഠിച്ചതല്ല, അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അവരെ പഠിപ്പിച്ചതല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്
അവർ മാക്സിമം ഇതെല്ലാം അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയിലൂടെ തന്നെ അവരെ എക്സ്പീരിയൻസ് ചെയ്യും. അവർക്ക് ഓൺ ഡിസിഷൻ ഉണ്ടാകും. ഡിസൈഡ് ആൻഡ് സെലക്ട് ഫോർ അതേഴ്സ്, ദേ ഡെവലപ്പ് ദോസ് ക്വാളിറ്റീസ്. പലപ്പോഴും അവർക്ക് ഈ ഫ്യൂച്ചറിൽ ഓരോ കാര്യങ്ങൾ അവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് പലതും അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ടോട്ടോ ചാൻ എന്നുള്ള ബുക്ക് വായിക്കുക. ഒരു ചെറിയ പെൺകുട്ടി, മോണ്ടിസോറി സ്കൂളിലെ പെൺകുട്ടി, ജപ്പാനിലുള്ളത്. ടോട്ടോ ചാൻ ട്രെയിനിലാണ് ഈ സ്കൂളിൽ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അത് ഭയങ്കര ട്രെയിനിൽ ഒറ്റയ്ക്ക് പോയി അവിടെ ചെല്ലുന്നു. അങ്ങനെ നല്ല രസമാണ് അത് വായിക്കാനായിട്ട്. മലയാളം ഉണ്ട്, നല്ല രസമായിട്ടിരുന്ന് വായിക്കാം. നമുക്കപ്പോ മോണ്ടിസോറി സ്കൂളിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാവും. അവിടുത്തെ ഫെസിലിറ്റേറ്റർ, ബാക്കി ഉണ്ടായിരുന്ന ഗ്രൂപ്പിലെ കുട്ടികൾ, അതിൽ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ടോട്ടോ ചാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നതും അവർ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നതും അവർ പരസ്പരം ഓരോ ആക്ടിവിറ്റീസ് നടത്തുന്നതും പിന്നെ മറ്റേ മൂവ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ സ്കൂളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നതും കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവരൊരു ഗ്യാതറിംഗ് കണ്ടക്ട് ചെയ്യുന്നതും അതിനെ പറ്റിയൊക്കെ ടോട്ടോ ചാൻ അത്രയും നല്ലതുപോലെ, ടോട്ടോ ചാനിന്റെ വാക്കുകളിലൂടെയാണ് നമ്മളത് വായിക്കുന്നത്. ടോട്ടോ ചാൻ ഇങ്ങനെ കഥ പറയുന്ന പോലെയാണ് അത് വായിക്കുക. നല്ല രസമാണ്, നല്ല മൂവിങ് ആണ്, ഒറ്റയിരിപ്പിരുന്ന് വായിക്കാനായിട്ട്. അപ്പൊ നമ്മള് 6th യൂണിറ്റും കഴിഞ്ഞു. 6 യൂണിറ്റും കഴിഞ്ഞു. ഓക്കെ ഫൈൻ. ഇതൊക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കുക. അപ്പോ 7th ഞാനാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ശരണ്യ മിസ്സിനോട് ചോദിച്ചിട്ട് നെക്സ്റ്റ് യൂണിറ്റ് ഏതാന്ന് ഡിസൈഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വൽ ഡിഫറൻസ്, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ, ഈ 3 ചാപ്റ്റേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡേ ബൈ ഡേ ആയിട്ട് ഓരോന്നായിട്ട് ഞാൻ തരാം. സെക്കൻഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസും തരാം. പിന്നെ ഒരു അസൈൻമെന്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, ന്യൂട്രീഷനെ കുറിച്ച് ഒരു സെമിനാർ അവതരിപ്പിക്കാൻ പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കും, എന്തെല്ലാമായിരിക്കും നിങ്ങളുടെ ഐഡിയാസ്, അത് ട്രൈ ടു ഡു. പിന്നെ റീജിയണൽ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് മലയാളത്തിലെങ്കിലും എഴുതി വെക്കുക, പിന്നീട് ഇംഗ്ലീഷിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ നോക്കുക ഈ അസൈൻമെന്റ്. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യാം. Thank you, ma'am. Thank you, ma'am. Good night. Thank you, ma'am. Thank you, ma'am. Good night, ma'am.